പരിചയം ഇല്ലാത്തവരും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് കണ്ട മുഖങ്ങളൊക്കെ കുറച്ചേ കാണുന്നുള്ളൂ, കാണാത്ത മുഖങ്ങളാണ് കൂടുതലും ഉള്ളത്. എന്തായാലും എന്റെ പേര് വളരെ ഭംഗിയായിട്ട് പരിചയപ്പെടുത്തി. സാവിത്രി ആറുമുഖം എന്നാണ്, സ്ഥലം പാലക്കാടാണ്. ഇന്ന് ഈ ഒരു മീറ്റിംഗിലേക്ക് ക്ഷണിച്ച, മോർണിംഗ് മീറ്റിംഗിലേക്ക് ക്ഷണിച്ച നിങ്ങളുടെ ടീമിന് ആദ്യം നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ സനൂപ് സാറിനും ഒക്കെ നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവരെയും, നിങ്ങളെല്ലാവരെയും പരിചയപ്പെടാനും അല്ലെങ്കിൽ നിങ്ങളോട് കാണാനും സംസാരിക്കാനൊക്കെ കഴിയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. കാരണം ഇതാണ് ബന്ധങ്ങളുടെ, അല്ലേ, ഒരു ബന്ധങ്ങളുടെ ഒരു വാല്യൂ എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ പാലക്കാടുള്ള നമ്മളെ ഈ ഒരു മേഖലയിലുള്ളത് കൊണ്ടാണ്, നമ്മളൊക്കെ ഒരു ഫാമിലി ആയത് കൊണ്ടാണ് ഇതിനൊക്കെ സൗകര്യങ്ങളൊക്കെ കിട്ടുന്നത്. എന്റെ എക്സ്പീരിയൻസ് പറയാനാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. പറയാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഞാൻ എന്ത് ചെയ്യാണ് പറയാം. എത്ര സമയമുണ്ട് സാറേ? അരമണിക്കൂർ? 7 മണി വരെ. ഓക്കെ, 1 മണിക്കൂർ തന്നിട്ടുണ്ട്, ബുദ്ധിപരമായിട്ട് സമയമൊക്കെ തന്നിട്ടുണ്ട്, ഇഷ്ടംപോലെ പറയാനുണ്ട്. അപ്പൊ ഓക്കെ, ഒരിക്കൽ കൂടെ ഇന്ന് മോർണിംഗ് മീറ്റിംഗിൽ എത്തിയിട്ടുള്ള എല്ലാവരെയും ഞാനും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യാണ്. എന്റെ പേര് സാവിത്രി, പാലക്കാടാണ്. സാധാരണയിൽ സാധാരണക്കാരിയായ ഒരു വീട്ടമ്മയാണ്. ആ വീട്ടമ്മയിൽ നിന്ന് ഇന്ന് സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ എന്ന് പറയുന്ന ഈ കമ്പനിയിലെ ഒരു പ്രസ്റ്റേജ് റാങ്കായി നിൽക്കുന്നു. RTCയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചപ്പോഴേ എനിക്ക് അത്ഭുതമാണ് എന്ന് പറയാൻ പറ്റും. കാരണം 2 പേസ്റ്റ് വിറ്റാ 100 രൂപ കിട്ടും. ഇത് മനസ്സിലാക്കിയാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത്. ബിസിനസ്സിന് പാരമ്പര്യമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഉള്ള സ്ഥലത്ത് നിന്നല്ല വരുന്നത്. 10 ആളെ ഒരുമിച്ച് കാണുന്നത് തന്നെ ഈ ബിസിനസ്സിന് വന്നതിന് ശേഷമാണ് ഞാൻ. അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്താണ് നമ്മൾ ഈ അവസരം കിട്ടുന്നത്. ഇപ്പോഴത്തെ സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഒന്നും അല്ല അന്ന് ഈ ഒരു അവസരം കിട്ടുമ്പോ. 2-10 കിട്ടുന്ന പ്ലാൻ കേട്ടപ്പോ ഞാൻ സത്യത്തിൽ പുച്ഛാണ് എനിക്ക് തോന്നിയത്. ഈ 2-10 ഇതൊക്കെ എനിക്ക് വാങ്ങാൻ പറ്റിയൊരു ഇൻകൊന്നും അല്ല ഇതിനൊക്കെ. പക്ഷെ ഒരിക്കലും എനിക്ക് നെഗറ്റീവ് ഫീൽ ചെയ്തിട്ടില്ല. 2-10 കിട്ടും, കമ്പനി കൊടുക്കും എന്നൊക്കെ എനിക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. പക്ഷെ അത് വാങ്ങാനുള്ള അർഹതയും കൂടെ വേണ്ടേ? ആ അർഹത എനിക്കില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു. അപ്പൊ ആ ഒരു പുച്ഛമാണ് ഉണ്ടായത്. അല്ലാതെ ഇത് പറ്റിക്കലാണെന്നോ അല്ലെങ്കിൽ ഇത് കിട്ടില്ല എന്നോ ഇതൊക്കെ തള്ളലാണെന്നൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പറഞ്ഞതൊക്കെ യാഥാർത്ഥ്യം ആവാം, പക്ഷെ 1000-ൽ ഒരുത്തൻ വിജയിക്കുകയായിരിക്കാം. അതിന് നമ്മൾക്ക് എന്തില്ല, അതിനുള്ള അർഹതയില്ല. അതിന് അർഹതപ്പെട്ടവരൊക്കെ വേറെ ഉണ്ട്. നമ്മൾക്ക് റീറ്റെയിലും ചെയ്ത് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാം എന്നുള്ള ഒരു ഇതിൽ തന്നെയാണ് തുടങ്ങിയത്. എന്നെ ഈ ബിസിനസ് പരിചയപ്പെടുത്തിയ തൃശ്ശൂർ സ്വദേശികളായിട്ടുള്ള രാജു വെളത്ത് സാറും സജി നെല്ലിക്കൽ സാറുമാണ്. ഞാൻ TC റാങ്കിൽ നിൽക്കുന്നു, രാജു വെളത്ത് സാറ്, സജി സാറ് STCയിൽ എന്റെ അതേ റാങ്കിൽ നിൽക്കുന്നു. അപ്പൊ ഇതാണ് തുടക്കം. ഒരു ഹോം മീറ്റിംഗ് കേട്ടുകൊണ്ടാണ് ഞാൻ ജോലിക്ക് പോയി വരുമ്പോഴാണ് അടുത്തുള്ള ഒരു കുട്ടീന്റെ വീട്ടിൽ നിന്ന് ഒരു 6 മണിക്കാണ് ഹോം മീറ്റിംഗ്. നൈറ്റിയും ഷർട്ടൊക്കെ ഇട്ട് ഇങ്ങനെ കൂലിപ്പണിക്ക് പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ ഫുൾ ടൈമും പണിയെടുക്കും. അത് എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡാണ്. കാരണം എന്നാലും തികയുന്നില്ല ഒന്നിലേക്ക്. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചെയ്തിരുന്നത്. ആ പണിയൊക്കെ വിട്ട് എനിക്ക് കുറച്ച് ബോഡി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അസുഖങ്ങളുടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഹാർഡ് വർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി. അങ്ങനെ തൊഴിലിരുപ്പ് എന്നൊക്കെ പറഞ്ഞ പോലെ തൊഴിലുറപ്പിലൊന്നും ഞാൻ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് വയ്യാതായി കഴിഞ്ഞ് റെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് 2 കൊല്ലം കിടപ്പിലൊക്കെ ആയി. റെസ്റ്റ് ഒക്കെ കഴിഞ്ഞപ്പോ ദേഹം അനങ്ങാൻ പറ്റാത്ത, വേറെ പണിക്കൊന്നും പോകാൻ പറ്റാത്തൊരവസ്ഥയായി. അപ്പൊ തൊഴിലുറപ്പിൽ രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു നാട്ടുകാരൊക്കെ. അതുവരെ ചെയ്യാൻ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര അഹങ്കാരമായിരുന്നു. നിങ്ങളെ കുത്തിയിരിക്കാനും ചോറ പറയാനും എന്നെ കിട്ടൂല, എനിക്ക് വേറെ പണിയുണ്ട്, ഞാൻ പോവും എന്ന് പറഞ്ഞ് ഞാൻ രജിസ്റ്റർ ചെയ്യാത്ത ഞാന്
വയ്യാതെ കിടന്ന് എണീറ്റ് കഴിഞ്ഞപ്പോ നാട്ടുകാരും അയൽവക്കക്കാരൊക്കെ പറഞ്ഞു നീ ചെയ്യണ്ട, എന്തെങ്കിലും ഒരു വരുമാനം വേണമല്ലോ, തൊഴിലുറപ്പില് പിന്നെ ബുക്ക് എടുക്കപ്പിച്ചു. അങ്ങനെ പോയി വരുന്ന സമയത്താണ് ഈ മീറ്റിംഗ് കേൾക്കുന്നത്. അപ്പൊ അങ്ങനെ ഇത് കേട്ടപ്പോ ഞാൻ ആകെ ചോദിച്ച 2 ചോദ്യമുള്ളൂ. സാധനം എപ്പ കിട്ടും സാറേ? അന്നിപ്പോ ഇങ്ങനെ ഔട്ട്ലൈറ്റ് ഒന്നും ഇല്ല. അപ്പൊ കോയമ്പത്തൂരിൽ നിന്നും കൊച്ചിയിൽ നിന്നും സാധനം കിട്ടുള്ളൂ. അപ്പൊ എത്രക്ക് എടുക്കണം, എപ്പ കിട്ടും? ഈ 2 കാര്യം മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ രാജു സാറോടും അവരോടും. അപ്പൊ അവര് പറഞ്ഞു മാഡം 5000 രൂപ വേണം, എന്നാൽ നിങ്ങൾക്ക് ഒരാഴ്ചയുടെ ഉള്ളിൽ പ്രൊഡക്റ്റ് എത്തിച്ചു തരാം എന്നാണ് പറഞ്ഞത്. 5000 രൂപയ്ക്കും കിട്ടാൻ വേറെ വഴികളൊന്നും വകുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. നാടും ചുറ്റും കടയുള്ള സമയത്താണ് ഈ ഒരു അവസരം കേൾക്കുന്നത്. പിന്നെ ശരീരം കൊണ്ട് വയ്യാതെ 2 വർഷം നമ്മൾ ചികിത്സയുടെ ഭാഗമായിട്ട് അതിന്റെ ചെലവുകളും കടങ്ങളും ഒക്കെ വേറെ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഭർത്താവിനോട് പോയി പറഞ്ഞപ്പോ ഭർത്താവ് സമ്മതിച്ചില്ല, ക്യാഷ് ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇത് മാർക്കറ്റിംഗ് അല്ലേ, ഇതൊന്നും നിന്നെ കൊണ്ടാവൂല, വിവരമില്ല വിദ്യാഭ്യാസം ഇല്ലാത്ത നിനക്കപ്പോ എന്നൊക്കെ പറഞ്ഞു, ചീത്ത പറഞ്ഞു. പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹം, ഞാൻ എപ്പോഴും ഒരു തീരുമാനം എടുത്താ പിറകോട്ട് സഞ്ചരിക്കാത്ത ഒരാളാണ്. അപ്പൊ ഭർത്താവ് എന്ത് പറഞ്ഞിട്ടും ഞാൻ പറഞ്ഞു പറ്റില്ല, 10 പേസ്റ്റ് വിറ്റ് 500 രൂപ കിട്ടും, എനിക്കിത് മാത്രമേ മൈൻഡിലുള്ളൂ, ബാക്കിയൊന്നുമില്ല, 10 പേസ്റ്റ് വെക്കാൻ എന്നെ കൊണ്ട് പറ്റും എന്ന് വാശി പിടിക്കുകയും, പക്ഷെ 5000 രൂപ ഉണ്ടെങ്കിൽ ഈ 10 പേസ്റ്റ് കിട്ടുള്ളൂ എന്നുള്ളത് പറയുകയും ചെയ്തപ്പോ ആൾക്ക് ഒരു നിവൃത്തിയില്ല. ലാസ്റ്റ് ആള് സമ്മതിക്കാതെ ആയപ്പോ, ഞങ്ങളൊരു ബ്രാഹ്മിൺസ് കുടുംബമൊക്കെയാണ്, ലേഡീസ് ഒന്നും അങ്ങനെ പുറത്തു പോവില്ല, പണിയൊക്കെ ചെയ്യും ദാരിദ്ര്യം കൊണ്ടാണ്, പക്ഷെ എന്നാൽ മാർക്കറ്റിംഗ് ചെയ്യുമ്പോ അവർക്കൊരു ഈഗോയാ. കാരണം അത് മാർക്കറ്റിംഗ് അല്ലേ, അത് പെണ്ണുങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു ഈഗോയും പ്രശ്നമൊക്കെ ഉള്ള ഫാമിലിയാണ്, കുടുംബക്കാരൊക്കെ ആണ്. ഞങ്ങൾ 65 വീടും ഒരുമിച്ചാണ്, 65 വീട്ടുകാരും ഞങ്ങളുടെ കുടുംബക്കാരാ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, തൊട്ട ഈ വീട്ടിൽ നിന്ന് ഇരുന്ന ആ വീട്ടിൽ TV കാണാം, അങ്ങനത്തെ ഒരു ഏരിയ ആണ് ഞങ്ങളുടെ. അപ്പൊ ഹസ്ബൻഡിന്റെ പേടി നാട്ടുകാരെന്ത് പറയും ഇതായിരുന്നു. അല്ലാതെ സ്വയം 10 രൂപ ഉണ്ടാക്കണം എന്നുള്ള അതൊന്നും വിഷയമല്ല, അത് പണിക്ക് വേണമെങ്കിൽ പോവാ, അതിനൊന്നും ആൾക്ക് നോ പ്രോബ്ലം. പക്ഷെ ഇത് വിൽക്കാനും ആൾക്ക് പ്രശ്നമില്ല, പക്ഷെ നാട്ടുകാർ വിൽക്കാൻ പോയി എന്ത് പറയും എന്നുള്ളതായിരുന്നു പ്രശ്നം. അപ്പൊ അത് എനിക്ക് മനസ്സിലാവുകയും തിരുത്താൻ കുറെ ഞാൻ നോക്കി, ആള് ക്യാഷ് തരാൻ കൂട്ടാക്കുന്നില്ല. അങ്ങനെ ഞാൻ എന്റെ താലി പണയം വെച്ചിട്ടാണ് ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത്. താലി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും വലുതായിട്ടൊന്നും പ്രതീക്ഷിക്കണ്ട കേട്ടോ, താലി മാലയൊന്നും അല്ല, ഒരു കാപ്പവന്റെ ഒരു സംഭവം ഉണ്ട്, താലിപ്പൊട്ട്, പരമശിവന്റെ ശിവലിംഗാണ്. ഞങ്ങൾ ബ്രാഹ്മിൺസിന്റെ താലി നിങ്ങൾ ചിലപ്പോ കണ്ടവരുണ്ടാവും. അത് കല്യാണത്തിന് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഭർത്താവ് മരിച്ചാലേ ഊരാൻ പാടുള്ളൂ, അതാണ് ഞങ്ങളുടെ സമുദായത്തിന്റെ ഒരു ചിട്ട. പക്ഷെ അത് ഭർത്താവ് മരിക്കുമ്പോ ഊരിയത് ഭർത്താവിന് തീരെ അങ്ങോട്ട് പറ്റിയില്ല, അങ്ങനെ ഭർത്താവ് തീരെ മണ്ടാട്ടം പൊട്ടി. പക്ഷെ ഞാൻ വിട്ടൂല, ഞാനൊരു തീരുമാനം എടുത്തല്ലേ, ഭർത്താവിനെ അഹങ്കരിച്ചു കൊണ്ടൊന്നും അല്ല ചെയ്തത്, അതേപോലെ അഹങ്കരിച്ച് ചെയ്യണമെന്നും അല്ല പറഞ്ഞു തരുന്നത്. എനിക്കറിയാം എന്റെ ഭർത്താവിന്റെ ക്യാരക്ടർ എന്താന്ന് എനിക്കറിയാലോ. അപ്പൊ ആളെ കൊണ്ടല്ല കുഴപ്പം, ആൾക്ക് നാട്ടുകാരെന്തെങ്കിലും പറഞ്ഞാലോ എന്നുള്ള ടെൻഷനും പേടിയുള്ളൂ. അതുകൊണ്ട് ക്യാഷ് ഒപ്പിച്ച് തന്നാ ഞാനതങ്ങനെ ചെയ്താലോ എന്ന് കരുതിയിട്ടാവും. ആളും ഒപ്പിച്ചു തന്നില്ല, എനിക്കും ഒപ്പിക്കാൻ കിട്ടിയില്ല. അപ്പൊ ഞാൻ താലി കൊണ്ട് പണയം വെച്ചു. ഇതാരും അറിയില്ലല്ലോ, താലി ഉള്ളിൽ കിടക്കുന്നൊരു സാധനല്ലേ, ഞാൻ മാത്രമല്ലേ അറിയുള്ളൂ. ആവശ്യം നടക്കട്ടെ, കുടുംബം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടല്ലേ എന്ന് കരുതി അത് ഊരിക്കൊണ്ട് ഏട്ടന് സമ്മതിക്കാതായപ്പോ, താലി ഊരാൻ ചോദിച്ചാൽ സമ്മതിക്കില്ലല്ലോ, ചോദിക്കാതെ ചെയ്തൊരു ഉപായമാണ്. പക്ഷെ എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല, അങ്ങനെ ഒരു റിസ്ക് എടുത്തത് കൊണ്ടോന്നൊന്നും അറിയില്ല, ഭയങ്കര ആക്റ്റീവാ ഞാൻ. ഈ ബിസിനസ് ഞാൻ നെഞ്ചോട് ചേർത്താ ചെയ്യുന്നത്. അതൊരു പെണ്ണിന്റെ ഏറ്റവും അവസാനത്തെ അറ്റ കയ്യിൽ തുടങ്ങിയ ബിസിനസ്സാ. ഭർത്താവ് 3 മാസം വേണ്ടിയില്ല, പക്ഷെ 3 മാസം ആകുമ്പോഴത്തേക്ക് ഞാൻ ഈ ബിസിനസ്സിലൂടെ 5000 രൂപയ്ക്കേ വെച്ചുള്ളൂ കേട്ടോ. 5000 രൂപയ്ക്ക് വെറും പേസ്റ്റ് എടുത്തുകൊണ്ടാണ് തുടങ്ങുന്നത്. ഭർത്താവ് മിണ്ടാട്ടമില്ല, പക്ഷെ 5000ന്റെ പേസ്റ്റ് 3 ദിവസം കൊണ്ട് ഞാൻ വിറ്റു. സത്യം, 3 ദിവസം 5000 പേസ്റ്റ് എടുത്ത ഒരൊറ്റ കുട്ടി ഉണ്ടാവില്ല ഈ ഇരിക്കുന്നതിൽ. പക്ഷെ 5000 പേസ്റ്റ് എടുത്താ തുടങ്ങിയത്. എനിക്കറിയാം മരുന്ന് എന്നോട് ആരും വാങ്ങില്ല, കാരണം എനിക്ക് വിദ്യാഭ്യാസം ഒന്നുമില്ല. ഞാൻ 4ാം ക്ലാസ്സിൽ നിന്ന് 5ാം ക്ലാസ്സിലേക്ക് ജയിച്ചപ്പോ പഠിപ്പ് നടത്തിയ ഒരാളാണ്. എഴുതാൻ എനിക്കറിയില്ല, വായിക്കും നന്നായിട്ട്, എഴുതൂല. എഴുത്തും വായനയും അറിയാത്ത എന്നോട് മരുന്ന് കൊടുത്താ വാങ്ങുന്ന, എല്ലാവർക്കും പുച്ഛിക്കുന്ന ഒരു സമുദായത്തിൽ നിന്ന് മരുന്ന് കൊടുത്ത ആരെങ്കിലും വാങ്ങുമോ? അതെനിക്ക് മുൻകൂട്ടി അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് 5000 പേസ്റ്റ് എടുത്തത്.
5000ന്റെ പേസ്റ്റ് ഞാൻ 3 ദിവസം കൊണ്ട് വിറ്റു എന്നുള്ളതാണ്. വീണ്ടും ഞാൻ രാജു സാറെ വിളിക്കാണ്. അപ്പൊ ആഴ്ചയിൽ ഒരിക്കലേ പോകുള്ളൂ കോയമ്പത്തൂർക്ക്. സാറേ എനിക്ക് സാധനം വേണം, 10,000-ന് വേണമെന്ന് പറയുമ്പോ അദ്ദേഹത്തിന് ഞെട്ടിപ്പോയി. ഇനി മാഡം ഒരാഴ്ചയൊക്കെ കഴിയണം സാധനം കിട്ടാൻ. അയ്യോ എനിക്ക് അത് പറ്റില്ല, എനിക്ക് ഇപ്പൊ കിട്ടണം സാധനം ഞാന്. അപ്പൊ അവര് പാവം ഒരുപാട് ഓടിയിട്ടുണ്ട് അവരും തുടക്കാണ്. രാജു സാറും സജിൻ അലിക്കൽ സാറും തുടക്ക സമയമാണ്. അതിൽ ആദ്യത്തെ ഒരാളാണ് ഞാൻ. ബാക്കി എല്ലാരും പോയി. ആക്റ്റീവ് അല്ലാത്താണ്. ഞാനാണ് ആദ്യമായിട്ട് കിട്ടിയ ആള്. രാജു സാർക്ക് സജിൻ അലിക്കൽ സാറും ഞാനും മാത്രമേ ആദ്യമായിട്ട് കിട്ടിയിട്ടുള്ളൂ ഇപ്പോഴും ഉള്ളത്. അതിന്റെ ഭാഗമുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഒന്നും ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അവരും തുടക്കാണ്. ഇവർക്കും ഈ സാധനം പോയി എടുക്കാൻ ഓടി പോവാൻ വേണ്ടേ? അത്ര ദൂരമല്ല. ഇതൊന്നും എനിക്കറിയണ്ട, എനിക്ക് സാധനം കിട്ടും. ഞാൻ ഭയങ്കര വാശി പിടിക്കാൻ തുടങ്ങി. കാരണം നിങ്ങൾ എന്ത് പണിയാ കഷ്ടപ്പെട്ടിട്ട് ഓർഡർ എടുക്കുന്നവർക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ അവര് വേറെ വാങ്ങില്ലേ എന്നൊക്കെ ഞാൻ ചോദിക്കും. ഇപ്പൊ കിട്ടണം എന്നൊക്കെ പറയും. രാത്രി 12 മണിക്കൊക്കെ എനിക്ക് സാധനം കൊണ്ട് തന്നിട്ടുണ്ട് തൃശ്ശൂരിന്ന് പാലക്കാട്ടേക്ക്. ആര്? സജീൻ അലിക്കൽ സാറ്, രാജു സാറൊക്കെ. അമ്മാതിരി പ്രശ്നം ഉണ്ടാക്കും ഞാൻ. സത്യം, എനിക്ക് ആത്മാർത്ഥത്തിന് കൂടുതലാ. ആളുകൾക്ക് സാധനം ചോദിച്ച പിന്നെ അപ്പോ ഇപ്പൊ എന്നൊക്കെ പറയാൻ പറ്റുമോ? എനിക്ക് ചോദിച്ചാൽ കൊടുക്കണം എന്നുള്ള ഒരു ആത്മാർത്ഥതയുള്ള ഒരാളാണ് ഞാന്. അതിനാണ് ഈ വാശി പിടിക്കുന്നതും ദേഷ്യപ്പെടുന്നതൊക്കെ. അല്ലാതെ ഉടായ്പ കാണിക്കാനല്ല. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവരാകെ മെനഞ്ഞു. എനിക്ക് സാധനം കിട്ടാതെയൊക്കെ ആയി. കാരണം അവര് ആഴ്ചയിൽ ഒരിക്കൽ പോളൂ. ഇതൊന്നും എനിക്കറിയില്ലല്ലോ. രാജു സാറും സജി സാറൊക്കെ ഇത് കാലങ്ങളായിട്ട് ചെയ്യാണ്. അവര് വലിയ ലീഡറാണെന്നൊക്കെയാണ് എന്റെ ചിന്ത. അവർക്ക് എന്റെ അത്രയും അറിയില്ല സത്യത്തില്. ഞാൻ പ്രൊഡക്റ്റ് അത്ര വെക്കുന്നുണ്ടെങ്കിൽ അവരൊന്നും അത്രയും പ്രൊഡക്റ്റ് പോലും വെക്കാറില്ലായിരുന്നു. അപ്പൊ എനിക്കിതൊന്നും അറിയില്ലല്ലോ. എന്റെ ലീഡർമാരാണ്, ഞാൻ ഹാപ്പിയാണ്. അവര് നല്ല പാന്റും സൂട്ടും ഒക്കെ ഇട്ടിട്ട് വരുന്നുണ്ട്. അവരെപ്പ ചേർന്നു എന്നോ അവർക്ക് എന്താ ഇതിനെ കുറിച്ച് അറിയാമെന്നൊന്നും എനിക്കറിയണ്ട. അതൊന്നും ഞാൻ ചോദിക്കാറില്ല. എന്റെ ലീഡർമാരാണ്, തൃശ്ശൂരാണ്. അവര് വമ്പന്മാരാണ്, കാറും കൊണ്ടാണ് വരിക. അപ്പൊ ഇത് മാത്രമേ എന്റെ മൈൻഡിലുള്ളൂ. ഇവര് എത്ര കാലമായി തുടങ്ങി, ഇതിന്റെ സിസ്റ്റോ കാര്യമൊന്നും എനിക്കറിയില്ലല്ലോ. അപ്പൊ ഇവർക്കറിയാം ഇവര് തുടങ്ങിയിട്ട് ഇത്രയായിട്ടുള്ളൂ. ഇവർക്ക് ഏറ്റവും നല്ല ഡിസ്ട്രിബ്യൂട്ടറാണ് ഞാൻ എന്നൊക്കെ ഇവര് ചിന്തിച്ചിട്ടുണ്ടാവാം. പക്ഷെ എനിക്കിതൊന്നും അറിയില്ല. അതിന്റെ സിസ്റ്റോ കാര്യമൊന്നും അറിയില്ലല്ലോ. അപ്പൊ മീറ്റിങ്ങിന് വരണം സാവിത്രി ചേച്ചി പറഞ്ഞു. ഞാൻ പറഞ്ഞു മീറ്റിങ്ങിനൊന്നും ഇവിടുന്ന് പറഞ്ഞു വിടില്ല സാറേ, എനിക്കിത് വെക്കാം, മീറ്റിംഗ് ഒന്നും വേണ്ട. അഹങ്കാരം. മീറ്റിംഗ് ഒന്നും വേണ്ട, ഞാൻ അസലായിട്ട് വെക്കുന്നുണ്ട്. അപ്പൊ സംഭവം വേറൊന്നുമല്ല, എന്നെ മീറ്റിങ്ങിലേക്ക് പറഞ്ഞു വിടില്ല. എന്റെ ഏരിയയില് അന്ന് തൃശ്ശൂരാണ് മീറ്റിംഗ് ഉള്ളത്. തൃശ്ശൂര് മീറ്റിങ്ങിന് 3 മണിക്കാണ് തുടങ്ങുക. 3 മണിക്ക് തുടങ്ങി അവിടെ 5 മണിക്കേ കഴിയുള്ളൂ. 5 മണിക്ക് കഴിഞ്ഞാൽ പിന്നെ ഞാൻ തൃശ്ശൂരിന് പാലക്കാട് എത്തണമെങ്കിൽ 100 രൂപയും വേണം, 2.5 മണിക്കൂറും വേണം. മനസ്സിലായോ? എന്റെ വീടെത്തണമെങ്കിൽ. എന്റെ വീട്ടിലേക്ക് അങ്ങനെ ബസ് സർവീസ് ഒന്നും അത്ര ഏത് സമയത്ത് ഉണ്ടാവില്ല. 5:30-6 മണി കഴിഞ്ഞാൽ ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത്, പാലക്കാടൊക്കെ വലിയ ടൗണാ, പക്ഷെ ഞാൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് വണ്ടി വേണ്ടേ? അപ്പൊ അങ്ങനെയൊക്കെ തപ്പിപ്പിടിച്ചൊക്കെ എത്തണമെങ്കിൽ 7 മണിയൊക്കെ ആവും. ഈ 7 മണിയൊക്കെ ആയ വീട്ടിൽ കയറ്റുവോ പെണ്ണുങ്ങളെ കുടുംബത്തെ? അത് ഞാൻ പറഞ്ഞ അവസ്ഥ നിങ്ങക്ക് മനസ്സിലായല്ലോ അല്ലെ? അങ്ങനെ ഒരു ഏരിയയില് എന്നെ കേറ്റണ്ടേ? ഇത് പേടിച്ചിട്ടാ ഞാൻ മീറ്റിങ്ങിന് പോവാത്തത്. അപ്പൊ ഞാൻ സാറോട് പറഞ്ഞു, സാറേ ഞാൻ മീറ്റിങ്ങിനൊന്നും വരില്ല, എന്ത് വേണമെങ്കിൽ എടുത്ത് വെക്കാം, മീറ്റിങ്ങിനും ട്രെയിനിങ്ങിനൊന്നും എന്നെ വിളിക്കരുത്, എന്നെ ഇവിടുന്ന് എവിടേക്കും വിടൂല. അപ്പൊ എനിക്ക് സാധനം ചോദിക്കാൻ നിങ്ങൾ സാധനം കൊണ്ടുതരാം. ഇത് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഞാന് ഫോണ് വിളിക്കണമെങ്കിൽ ഒരു ഫോണ് പോലും ഇല്ല. ഇത് ആളുകൾക്ക് പേസ്റ്റ് മാത്രമാണ് കൊടുക്കാന്നുള്ള ചിന്തയിലാണ് തുടങ്ങിയത്. ഒറ്റ തവണയെ പേസ്റ്റ് എടുത്തിട്ടുള്ളൂ ഈ 5000-ന്. പിന്നെ ചോദിച്ചതൊക്കെ മരുന്നുകളാ ആളുകൾ. സാവിത്രി കടച്ചലിനുണ്ടോ, തരിപ്പിനുണ്ടോ, മുറിവിനുണ്ടോ, പൊള്ളലിനുണ്ടോ എന്നുള്ള ചോദ്യങ്ങളായിരുന്നു. പിന്നെ ഞാൻ 10,000-ന് എടുത്തതൊക്കെ മെഡിസിനാണ്. അപ്പൊ ഈ മെഡിസിന്റെ ഡൗട്ട് ഉണ്ടാവുമല്ലോ, തുടക്കത്തിൽ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ, ഇത് എങ്ങനെ കൊടുക്കണം, എന്ത് കൊടുക്കണം. എനിക്ക് വായിക്കാൻ അറിയില്ല. ഈ മെഡിസിൻ 10,000-ന് കൊണ്ട് കോയമ്പത്തൂരിന് ഇവര് വാങ്ങിക്കൊണ്ട് എന്റെ മുന്നിൽ വെച്ചപ്പോ എല്ലാം ചുവപ്പ്, സകല സാധനം ചുവപ്പ്. ഞാന് സാറന്മാരോട് ചോദിച്ചു, രാഹുൽ സാറേ നിങ്ങൾ കമ്മ്യൂണിസ്റ്റാ? എനിക്കാണെങ്കിൽ ഇഷ്ടമില്ലാത്തൊരു കളറാണ് ചുവപ്പ് എന്ന് പറയുന്നത്. സത്യം, ഇഷ്ടേ അല്ല ചുവപ്പ്. കമ്മ്യൂണിസ്റ്റും ഇഷ്ടമല്ല കേട്ടോ, ഓപ്പണായിട്ട് പറയാം. ഇലക്ഷൻ സമയം അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഞങ്ങൾ പരമ്പരമായിട്ട് കോൺഗ്രസ്സുകാരാണ്, ഇപ്പൊ BJP ആണ്. അപ്പൊ ഞാൻ ഓപ്പണായിട്ട് ചോദിക്കാം, നിങ്ങൾ കോൺഗ്രസ്സാ? അതുകൊണ്ടാണ് എനിക്ക് ചുവപ്പ് ഇഷ്ടമില്ലാത്തതും. അപ്പൊ ഇത് മൊത്തം ചുവപ്പല്ലേ, എനിക്ക് വായിക്കാനും കട്ടൂല. എല്ലാം ഒന്ന്, ലിവാഗൈനും ബ്ലഡ് പ്യൂരിഫയറും എല്ലാം ഉണ്ട്.
ആകെ കുടുങ്ങി. സത്യത്തില് ജീവിതത്തിൽ ആദ്യം പേടിച്ചത് ഞാൻ ഈ നമ്മുടെ എലമെന്റ്സിന്റെ ബോട്ടിൽ കണ്ടിട്ടാ. ഇതെങ്ങനെ കൊടുക്കും? വായിക്കാൻ അറിയണ്ടേ? ഇത് മാറിപ്പോയ എന്ത് ചെയ്യും? മരുന്നല്ലേ? ഇതായിരുന്നു എന്റെ മൈൻഡില്. പക്ഷെ സത്യത്തിൽ ഇന്നേ വരെ ഒരു പ്രൊഡക്റ്റും മാറിയിട്ടില്ല. ഒരു പ്രൊഡക്റ്റും മാറിയിട്ടില്ല. ഞാൻ എന്താ ചെയ്യാ ചോദിച്ചാൽ അതിന്റെ ചിഹ്നങ്ങൾ ഉണ്ടല്ലോ അല്ലെ, ആ ചിഹ്നങ്ങൾ നോട്ട് ചെയ്ത് വെക്കുമായിരുന്നു. അപ്പൊ ഇത് ഡൗട്ട് ചോദിക്കാൻ ഫോണൊന്നുമില്ല, എന്റെ കയ്യിൽ ഫോണില്ല. അപ്പൊ ഡൗട്ട് ചോദിക്കാൻ പറ്റില്ല. എന്റെ വിചാരം സാറുമാർക്ക് ഡൗട്ട് ചോദിച്ച് കൊടുക്കാന്നാണ്. അപ്പൊ ചോദിക്കുമ്പോക്കെ വേറെ അടുത്ത വീട്ടിൽ നിന്ന് ഫോണിലൊക്കെ പോയിട്ടാണ് ഞാൻ ഒരു ദിവസത്തെ ഡൗട്ട് കംപ്ലീറ്റ് ചോദിക്കുക. കാലത്തൊക്കെ ഫോൺ വിളിച്ചിട്ട്, ലാൻഡ് ഫോണാണ്. അപ്പൊ അടുത്ത വീട്ടിൽ പോയിട്ടാ ചോദിക്കുക. അപ്പൊ എന്റെ വിചാരം എന്താ, എന്റെ ലീഡറായിട്ടുള്ള രാജു സാർക്കും സജി സാർക്കും ഇതിനെക്കുറിച്ച് PhD എടുത്തവരാണെന്നാണല്ലോ എന്റെ മൈൻഡിൽ ഉണ്ടാവുക. അപ്പൊ ഞാൻ സാറേ എന്തെന്തൊക്കെയാ കൊടുക്കുക ചോദിച്ചാൽ അവര് പറയും ഇപ്പൊ വിളിക്കാട്ടോ സാവിത്രി ചേച്ചി, ഒരു അർജന്റിന്റെ ഇപ്പൊ വിളിക്കാം. ഇതാണ് രാജു സാറ് പറയുക. അപ്പൊ ഇത് എന്താന്ന് എനിക്ക് മനസ്സിലാവില്ല. ഞാനാണെങ്കിൽ അന്യന്മാരുടെ വീട്ടിൽ പോയിട്ടാണ് ഇത് ചെയ്യുന്നത്. ആള് നേരെ ശൈലേഷ് സാർക്കാ വിളി. ശൈലേഷ് സാർക്ക് വിളിച്ചിട്ട് എന്താ കൊടുക്കണ ചോദിച്ചിട്ട് വേണം ഇത് എനിക്ക് പറയാൻ. ഇത് മുമ്പൊന്നും എനിക്ക് അറിയില്ലല്ലോ. അപ്പൊ കടം പോയിട്ട് ഒരു അടുത്ത വീട്ടില് ഫോൺ വിളിക്കുമ്പോ ഞാൻ ഓരോരോ ചോദ്യത്തിന് ആളെന്ത് ചെയ്യും, അപ്പ എന്തോ തിരക്ക് ആയിട്ട് കാണും, ഇപ്പൊ വിളിക്കാന്ന് പറയും. ഇതെനിക്ക് അറിയില്ല സാവിത്രി ചേച്ചി, ശൈലേഷ് സാറോട് ചോദിച്ചിട്ട് വേണമെന്ന് എന്നോട് പറയാറില്ലാന്ന്. എനിക്ക് അറിയൂല. അപ്പൊ ആളെന്തോ തിരക്കില്ല പറഞ്ഞ് ഞാൻ വെയിറ്റ് ചെയ്യും. ആ സമയത്ത് ആളെന്ത് ചെയ്യും, ശൈലേഷ് സാർക്ക് വിളിക്കും. എന്നിട്ട് പ്രൊഡക്റ്റ് എങ്ങനെയാ കൊടുക്കേണ്ടത് ചോദിക്കും, അതെനിക്ക് ഡബ് ചെയ്യും. ഇങ്ങനെയായിരുന്നു. ഇത് കുറെ കഴിഞ്ഞപ്പോ എനിക്കിത് മനസ്സിലാവുകയും അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ഇങ്ങനെ പോയാൽ ശരിയാവില്ല സാറേ, എനിക്ക് പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയണമെന്ന് പറയുകയും അങ്ങനെ നല്ല രീതിക്ക് 3 മാസം കൊണ്ട് ഈ 5000-ന് പണയം വെച്ച താലി തിരിച്ചെടുത്തുകൊണ്ട് 2 പവന്റെ ചെയ്യനും വാങ്ങി. അന്ന് കയറിലാ കോർത്തിട്ടുണ്ടായിരുന്നു. ദൂരുമ്പോ ഞാൻ കയറിൽ കോർത്ത താലിയാ. അതായത് മഞ്ഞ ചരടിലാണ് ഞങ്ങള് താലി കോർക്കുക ബ്രാഹ്മൺസ്. മഞ്ഞ ചരടിന്ന് ഊരി പണയം വെച്ച ഞാൻ 2 പവന്റെ സ്വർണമാലയും വാങ്ങി അതില് 5000-ന്റെ താലി പണയം വെച്ചതും എടുത്ത് ഭർത്താവിനെ കൊണ്ട് കെട്ടിച്ച ആളാ. വീണ്ടും കല്യാണം തെളിയിച്ച് പിന്നെ ഭർത്താവ് അങ്ങനെയാണ് ഭർത്താവ് മിണ്ടാൻ തുടങ്ങുന്നത് 3 മാസം കഴിഞ്ഞിട്ട്. അപ്പോഴും ആളെ കൊണ്ട് കെട്ടിക്കുമ്പോഴേ ആളെ വലിയ മുഖത്തോടെ ഒന്നും അല്ല കെട്ടി, സന്തോഷമൊക്കെ ഉള്ളിലുണ്ടെങ്കിലും ആ വാശി ഈഗോയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ശൈലേഷ് സാറോട് ഇങ്ങനെ പറഞ്ഞു വെച്ച്, ലീഡർമാരോട് ഇങ്ങനെ പറഞ്ഞു വെച്ച സമയത്ത് എനിക്ക് പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയണം. കാരണം 3 മാസം കൊണ്ട് ഗംഭീരമായിട്ട് 2 പവന്റെ സാധനം എടുത്തിട്ടുണ്ടെങ്കിൽ എമ്മാതിരി വിറ്റുണ്ടാവും നിങ്ങൾ ആലോചിക്കണം. എമ്മാതിരി വിറ്റുണ്ടാവും ആലോചിക്കണം. അപ്പൊ അങ്ങനെ വിൽക്കുന്ന ഒരാളായത് കൊണ്ട് എനിക്ക് പ്രൊഡക്റ്റ് ട്രെയിനിങ് തരാൻ പുറത്ത് ഞാൻ ഇറങ്ങലില്ലല്ലോ, മീറ്റിങ്ങിന് പങ്കെടുക്കുന്നില്ലല്ലോ. എനിക്ക് ഇതിനെ കുറിച്ച് നോളജ് തരാൻ വേണ്ടി ശൈലേഷ് സാർ അന്ന് STC ആണ്. ശൈലേഷ് സാറ് സജി സാറിന്റെ ബൈക്കില് എന്റെ വീട്ടിലേക്ക് എത്തിയത്. എന്റെ വീട്ടിൽ വന്ന് എനിക്ക് ഒറ്റയ്ക്ക് പ്രൊഡക്റ്റ് ട്രെയിനിങ് തന്ന ആളാണ് ശൈലേഷ് സാർ. അന്നാണ് എന്റെ ഭർത്താവ് എന്നോട് ആദ്യമായിട്ട് സംസാരിക്കുന്നത്. ഈ ബിസിനസ് തുടങ്ങിയ പിന്നെ താലി ഊരിയതിന് പണിഞ്ഞതാ. ശൈലേഷ് സാറാണ് സംസാരിച്ച് സെറ്റാക്കിയത്. ഇവര് ചെയ്യുന്നത് വലിയ കഴിവുള്ള ഒരു ലേഡിയാണ്, ഇത്രയും സമയം കൊണ്ട് ഇങ്ങനെയായി എന്നൊക്കെ സംസാരിക്കുകയും ആളോട് സെറ്റാക്കി സപ്പോർട്ട് ചെയ്ത് രക്ഷപ്പെട്ടോ എന്ന് പറയുകയും അങ്ങനെ അന്ന് മുതലാണ് എന്റെ ഭർത്താവ് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നമ്മളൊക്കെ ലേഡീസ് ആണ് ഇതിൽ കൂടുതൽ ഞാൻ കാണുന്നത്. ലേഡീസിനൊക്കെ ഒരു ചിന്തയുണ്ടാവും, ഒരു പരിമിതികളൊക്കെ ഉണ്ട് തുടങ്ങാനും തുടങ്ങിക്കാനും ചെയ്യാനൊക്കെ. നിങ്ങൾ കുറെ നിങ്ങളുടെ ലീഡർമാര് വിളിക്കുമ്പോ പരിമിതികളൊക്കെ പറഞ്ഞ് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മക്കളെ മാറി നിൽക്കല്ലേ. വീട്ടുകാരെ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ സാധിച്ചാൽ മതി നിങ്ങൾക്ക്. ഇന്ന് എന്റെ ഭർത്താവ് കട്ടക്ക് സപ്പോർട്ടാ. നാട്ടുകാരൊക്കെ കുറെ വിരകി നോക്കി, പക്ഷെ ഒന്നും നടന്നൂല. വീട്ടില് സ്ട്രോങ് ആണെങ്കിൽ നാട് സ്ട്രോങ് ആക്കിക്കോളും. അങ്ങനെയാണ് ഭ്രമരം പ്രോഗ്രാം വരും. ഭ്രമരം പ്രോഗ്രാമിന് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഭ്രമരം പ്രോഗ്രാമിന് നമ്മള് പങ്കെടുക്കുകയും ശൈലേഷ് സാർ പറഞ്ഞു, മാഡം ഒരു 3 മാസം കൂടെ കഴിഞ്ഞ ഭ്രമരം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്, 10,000 പേര് പങ്കെടുക്കുന്നവരാണ്, വലിയ പ്രോഗ്രാമാണ്, ഞാൻ 2/10 വാങ്ങുന്നതാണ്, മാഡം എത്ര കച്ചവടം തരും, മാഡം ആ സമയത്ത് TC ആവണം. ഇതാണ് എന്നോട് പറഞ്ഞത്. കമ്മിറ്റ്മെന്റ് അങ്ങനെയായിരുന്നു. അങ്ങനെ ശൈലേഷ് സാറിന്റെ കമ്മിറ്റ്മെന്റിൽ 5 ലക്ഷം രൂപ TC ആവണമെങ്കിൽ 5 ലക്ഷം. അതില് അങ്ങനെ തീരുമാനമെടുക്കുകയും ശൈലേഷ് സാറിന് വേണ്ടിയല്ലേ ചെയ്യാന്ന് പറയുകയും
കാരണം അദ്ദേഹം ഇത്രയും വലിയൊരു ലീഡർ, STC എന്നൊക്കെ പറഞ്ഞ എന്റെ വിചാരം വേറെ എന്തൊക്കെയോ ആണ് എന്നാ. ഈ കമ്പിന്റെ എന്തൊക്കെയോ ആണ് സത്യത്തിലാണ് കേട്ടോ. എന്നാലും ഇന്നത്തെ ഒരു മാനസികാവസ്ഥ അല്ലല്ലോ അന്ന്. ഒരു നാട്ടുംപുറത്തുകാരിയല്ലേ. അപ്പൊ എനിക്കത് വലിയ ലീഡറാണ്. കമ്പനി ഇപ്പൊ നമ്മൾ കമ്പിന്റെ MD എങ്ങനെയാ കാണുക, അങ്ങനെയാണ് ഞാൻ ശൈലേഷ് സാറിന് അന്ന് കാണുന്നത്, കമ്പിന്റെ MDക്കും അപ്പുറം. അപ്പൊ അദ്ദേഹം പറഞ്ഞ വാക്കല്ലേ, അദ്ദേഹത്തിന് 2-10 അടിക്കണമെങ്കിൽ നമ്മളെ സഹായിക്കണം എന്നുള്ളതൊക്കെ പറഞ്ഞു തരികയും ഞാൻ ഒരു കമ്മിറ്റ്മെന്റ് എടുക്കുകയും ഇത്ര ലക്ഷം കൊടുക്കാതെ ഞാൻ തീരുമാനം പറയുകയും ചെയ്തു. ടീമൊന്നും ഇല്ലാട്ടോ, റീറ്റെയിൽ, ഒള്ളി റീറ്റെയിൽ. അങ്ങനെ 3 മാസത്തിന്റെ ഉള്ളിൽ TC ആവണം എന്നൊക്കെ പറഞ്ഞു. അതിനു വേണ്ടി ഒരു പ്രവർത്തനം നടത്തി. എനിക്ക് വേണ്ടിയല്ല, എനിക്ക് എപ്പോഴും എന്നെക്കാട്ടിയും കൂടുതൽ ആവശ്യം ഞാൻ കാണുന്നത് വേറൊരാൾക്ക് കമ്മിറ്റ്മെന്റ് ചെയ്താണ്. എനിക്ക് വേണ്ടെങ്കിലും ഞാൻ ചെയ്യും അവർക്ക് വേണ്ടി. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റാണ് എന്റെ. അങ്ങനെ ശൈലേഷ് സാർക്ക് വേണ്ടിയാണ് പ്രവർത്തനം പിന്നീട് ആരംഭിച്ചത്. ടീം ആവണം എന്നൊക്കെ ആഗ്രഹം തോന്നി തുടങ്ങി. ആൾക്ക് കച്ചവടം കൊടുക്കണം, പറഞ്ഞ കമ്മിറ്റ്മെന്റ് തിരിച്ചെടുക്കാൻ പറ്റില്ല, നാണക്കേടല്ലേ, പിന്നെ എങ്ങനെ ആളുടെ മുഖത്ത് നോക്കും എന്നൊക്കെയാണ് ഞാൻ ചിന്തിച്ചത്. അങ്ങനെയാണ് ആന്ധ്ര എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് മൈൻഡിലേക്ക് പോകുന്നത്. അപ്പൊ ശൈലേഷ് സാറാണ് പറയുന്ന റിക്രൂട്ട്മെന്റ് ഒക്കെ ചെയ്യാം, ഇങ്ങനെ റിക്രൂട്ട്മെന്റ് ചെയ്താൽ ഇത്ര കാശ് കിട്ടും, ഇങ്ങനെ ടീം റാങ്ക് ഒക്കെ ആവാം, അതിനുള്ള TC ആവാനുള്ള വഴികളൊക്കെ പറഞ്ഞു തന്ന, റിക്രൂട്ട്മെന്റ് എടുത്താൽ മതി, ഇത്ര റിക്രൂട്ട്മെന്റ് എടുക്കണം എന്നൊക്കെ ആള് പറഞ്ഞു തരികയും അത് എന്റെ മൈൻഡിലേക്ക് കയറുകയും ചെയ്തു. അങ്ങനെ ആന്ധ്രയൊന്ന് പിടിച്ചു. ആന്ധ്ര ചേച്ചിയാണ്, ഏട്ടനാണ്. ചേച്ചിയെ സോപ്പിടാൻ പറ്റില്ലല്ലോ, ചേച്ചിയെ സോപ്പിടാൻ പറ്റില്ല. ആരെ സോപ്പിടണം? ഒരു വീട്ടിൽ പോയാൽ നമ്മള് എപ്പോഴും ഏട്ടന്മാരെയാണ് സത്യം. പക്ഷെ പല ലേഡീസുമാരും അത് മൈൻഡ് ചെയ്യാറില്ല. നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഒക്കെ അറിയുണ്ടാവില്ലേ ചേച്ചിമാരെ, മേഡന്മാരെ, നിങ്ങൾക്കൊക്കെ ഉണ്ടാവും. പക്ഷെ നിങ്ങളൊക്കെ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഡിസ്ട്രിബ്യൂട്ടറിനെ മാത്രമേ നിങ്ങൾ നോക്കാറുള്ളൂ അല്ലെ. വീടുകളിൽ പോയ ചേട്ടന്മാരെയാ നോക്കണ്ടേ. നിങ്ങള് ചേച്ചിമാര് നിങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടർമാരാ. അവർക്ക് നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും, ചേട്ടന്മാർക്ക് മനസ്സിലാവൂല. അപ്പൊ അവങ്ങള് വീട്ടിൽ പോയിട്ട് ചേട്ടന്മാരെങ്ങനെ സോപ്പിട്ട് നിർത്തണം. സത്യ പറയുന്നത്. എന്നാലേ ചേച്ചിക്ക് പ്രചോദനം കൊടുക്കുള്ളൂ ചേട്ടൻ. ചേച്ചിക്ക് പ്രചോദനം കൊടുത്താലേ അവിടെ ബിസിനസ് കയറുള്ളൂ. അവര് ബിസിനസ് ചെയ്താലേ അങ്ങക്ക് കാശ് കയറുള്ളൂ. അപ്പൊ നിങ്ങള് ചേച്ചിയെ സോപ്പിടുന്നതിനെക്കാട്ടി നല്ലത് ചേട്ടനെ സോപ്പിടില്ല. ഡിസ്ട്രിബ്യൂട്ടർമാരുടെ ഫാമിലി ആയിട്ട് ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം. പറ്റിക്കലല്ല ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എപ്പോഴും നമ്മളെ ഡിസ്ട്രിബ്യൂട്ടർമാരെ മാത്രമേ ഫോക്കസ് ചെയ്യാറുള്ളൂ ഒരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ. അപ്പൊ ചേട്ടനെയും ചേച്ചി ഇരുത്തി വേണം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു ഫാമിലി ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് പോസിറ്റീവാണ്. അവിടെ സപ്പോർട്ട്, ലേഡീസിന് എപ്പോഴും സപ്പോർട്ട് വേണം. ഫാമിലി സപ്പോർട്ട് ഉണ്ടെങ്കിൽ രക്ഷപ്പെടാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് ഫാമിലിയെ നന്നായിട്ട് നിർത്താൻ നിങ്ങൾക്ക് പറ്റണം. ലീഡേഴ്സായ നിങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്മാരുടെ വീട്ടിൽ പോയാൽ ഭർത്താവിനെ മൈൻഡ് ചെയ്യാതെ ഭാര്യയോട് മാത്രം കാര്യങ്ങൾ പറഞ്ഞിറങ്ങി വരരുത് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അതുപോലെ ചേട്ടന്മാരാണ് നിങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടർ അംഗങ്ങൾ, ലേഡി ആണെങ്കിൽ ഒരു ഈഗോ ഉണ്ടാവില്ലേ അവിടുത്തെ ചേച്ചിക്ക്. അപ്പൊ അവിടുത്തെ ചേച്ചിയെ സോപ്പം. ഏട്ടൻ ഡിസ്ട്രിബ്യൂട്ടർ ആണെന്ന് പറഞ്ഞിട്ട് ഏട്ടനെ മാത്രം പോയിട്ട് സാറേ സാമ്പാറേ എന്ന് പറഞ്ഞ് വർത്താനൊക്കെ പറഞ്ഞ് പ്ലാനിങ് ഒക്കെ ചെയ്തു വരുമ്പോ അവിടുത്തെ ചേച്ചിക്ക് ഇങ്ങനെ കേറും. ചില ചേച്ചിമാർക്ക് കേട്ടോ, എല്ലാവർക്കും കേറൂല. അപ്പൊ അതൊക്കെ നിങ്ങൾ മുന്നിൽ കാണണം. നിങ്ങൾ ചേട്ടനെ മാത്രം ഫോക്കസ് ചെയ്യരുത്, ചേച്ചിയും കൂടെ ഫോക്കസ് ചെയ്ത് വേണം വർത്താനം പറയാൻ. അപ്പൊ ഇത് ഈ ബിസിനസ്സിന് ഏറ്റവും കൂടുതൽ നല്ലതാണ്. അപ്പൊ അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യാം, വീട്ടില് പോസിറ്റീവ് ആയിരിക്കണം. വീട്ടില് ഏട്ടനെ പുല്ല് വിലയാക്കിയിട്ട് ലീഡറിന് വർത്താനം കേട്ടിട്ട് പോയാ നിങ്ങള് എവിടെ എത്തൂല. ലീഡറാണ് വലിയ കൊമ്പെന്നും പറഞ്ഞ് പോകരുത്. ലീഡർ വിളിച്ചതും ലീഡർ എന്ത് പറഞ്ഞാലും നിങ്ങൾ അനുസരിക്കരുത്. കാര്യം മനസ്സിലായോ? ഞാൻ പറഞ്ഞതിന്റെ പൊരുള് നെഗറ്റീവായിട്ട് നിങ്ങൾ ആരും എടുക്കരുത്, പോസിറ്റീവായിട്ട് തന്നെ എടുക്കണം. അതായത് നിങ്ങളുടെ വീട്ടില് നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളും കൂടെ ചെറിയൊരു കശപിശയുള്ള സമയത്താണ് ലീഡർ വിളിക്കുന്നത്. സനൂപ് സാർ നിങ്ങളുടെ ലീഡറാന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അനിൽകുമാർ സാറ് നിങ്ങളുടെ ലീഡറാന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ശ്രീജിത്ത് സാർ നിങ്ങളുടെ ലീഡറാന്ന് വിചാരിക്കുക. ലീഡറിന്റെ വിളി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ വേഗം ചിരിച്ചുകൊണ്ട് നമസ്കാരം സാറേ, ആണ് ചിരിച്ചല്ലേ വർത്താനം പറയുള്ളൂ. നിങ്ങളുടെ വീട്ടിലത്തെ പ്രശ്നങ്ങൾ നിങ്ങൾ കാണിക്കില്ലല്ലോ. അപ്പൊ നിങ്ങളെ കെട്ടിയവൻ എന്തായിരിക്കും അവസ്ഥ? ഓള് എന്നോട് പുലി പോലെ ഇത്ര നേരം സംസാരിച്ചിട്ട് ഓൾക്ക് ഓന്റെ ഫോൺ ഇങ്ങോട്ട് വന്നത് എന്താ ഒലിപ്പിക്കല് തോന്നില്ലേ? പലർക്കും തോന്നും. ചില ആളുകൾ പറയും, ചില ആളുകൾ പറയില്ല എന്നേ ഉള്ളൂ. നിങ്ങൾ വിചാരിക്കണ്ട എന്റെ ഭർത്താവ് അങ്ങനെയൊന്നും ഇല്ലാന്ന് വിചാരിക്കണ്ട. സ്വാഭാവികമാണ്, മനുഷ്യന്മാരല്ലേ, ഈഗോയിന്റെ ഉസ്താദുകളായി മനുഷ്യന്മാര്.
നെഗറ്റീവിന്റെ ഉസ്താദുകളാ. അപ്പൊ അതുകൊണ്ട് അതെന്താ ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ഒക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ അങ്ങനെ അതെപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഒന്നും നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഏട്ടനും കശാപശയാണെങ്കിൽ നിങ്ങളെ ലീഡറിന്റെ ഫോൺ എടുക്കരുത്. പിന്നീട് ലീഡർ നിങ്ങളെ ഭർത്താവ് ഇല്ലാത്തപ്പോ ഇനി അഥവാ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് എടുത്താൽ തന്നെ ചിരിച്ച് സംസാരിക്കരുത്. സാറേ ഞാനൊരു തിരക്കിലാണ്, പിന്നെ വിളിക്കാം. മനസ്സിലായോ? അല്ലെങ്കിൽ ഹസ്ബൻഡിന് നെഗറ്റീവ് ഉണ്ടാക്കും. ഇനി ഹസ്ബൻഡ് ആണ് ലേഡി ലീഡർ ഉണ്ടെങ്കിൽ ഇതേ വിളി വന്നാലോ എന്താ അവസ്ഥ? അവിടത്തെ ലേഡിക്ക് ഇങ്ങനെ പൊള്ളൂലേ? മൂപ്പർക്ക് എന്നോട് ഒലിപ്പിക്കാൻ സമയമില്ല. എവിടെയോ കിടക്കുന്ന ഓളോട് എന്താ ഒലിപ്പിക്കലേ? മൂപ്പത്തിയർക്ക് അറിയില്ലാത്ത നമ്മുടെ കഞ്ഞിയാന്ന് നമുക്കല്ലേ അറിയുള്ളൂ, വൈഫിനെ അറിയില്ലല്ലോ. അപ്പൊ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കുടുംബത്തുണ്ടാവും. ഇതൊക്കെ ആദ്യം നിർത്തണം. നമ്മൾ നന്നായാലേ വീട് നന്നാവും. തെളിയിച്ച് കാണിച്ചു കൊടുത്താൽ മതി. അല്ല ആദ്യമൊക്കെ പുച്ഛിക്കും. നെഗറ്റീവ് വീട്ടിൽ നിന്ന് തന്നെയാ തുടങ്ങുക. ഓളുടെ ഒരു കച്ചവടം, ഓളുടെ ഒരു ലീഡർമാരും, ഓളുടെ സെറ്റപ്പ് എന്താപ്പോ എന്നൊക്കെ വീട്ടിൽ തന്നെ പറയും. പക്ഷെ തെളിയിച്ചു കൊടുക്കുക. ഭർത്താവിന് ഭാര്യ സപ്പോർട്ടാണ്, ഭാര്യയുടെ ഈ ഒരു വരുമാനം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് ഭർത്താവിന് മനസ്സിലായാൽ തീർച്ചയായിട്ടും ഭർത്താവ് നിങ്ങളുടെ കൂടെ നിൽക്കും. ഇനി ഭാര്യയാണ് നിങ്ങളുടെ കൂടെ നിൽക്കുന്നില്ലെങ്കിൽ നല്ലൊരു വരുമാനമാണ്, ഒരുപാട് ലേഡീസ് ഇതൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഭാര്യയും കൂട്ടി ബോധ്യപ്പെടുത്തി കൊടുത്ത ഭാര്യ നിങ്ങൾക്ക് നല്ല സപ്പോർട്ടായിരിക്കും. ഈ ഫീൽഡ് ഇങ്ങനെയാണെന്നുള്ളതും കാര്യങ്ങളും ഒരു മനസ്സിലാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റണം എന്നേ ഉള്ളൂ. അപ്പൊ വീട്ടിൽ നിന്ന് ആദ്യം സപ്പോർട്ട്, പിന്നെ നാട്ടിൽ നിന്ന്. അതുപോലെ എനിക്ക് നാട്ടിൽ നിന്ന് സപ്പോർട്ട് കിട്ടാൻ ഏറ്റവും വലിയൊരു അവസരമായിരുന്നു പ്രവരം പ്രോഗ്രാം. ഒരു ബസ് ആളെയും കൂട്ടി പോയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, പ്രവരം പ്രോഗ്രാം കാണിക്കുന്നത്. ഒറ്റ ഡിസ്ട്രിബ്യൂട്ടർ ഇല്ല ഈ ഒരു ബസ് ആളിലും. നിങ്ങളൊക്കെ ഡിസ്ട്രിബ്യൂട്ടറിനെ കൂട്ടിയല്ലേ പ്രോഗ്രാമിന് പോവുക? ഞാൻ നാട്ടുകാരെയും കൂട്ടിയാ പ്രവരം പ്രോഗ്രാമിന് പോയി. അങ്ങനെ 3 മാസം കഴിയുമ്പോഴത്തേക്കും TC വിത്ത് പെർഫോമൻസ് ബോണസ്. ഇതാണ് എന്റെ ആദ്യത്തെ അച്ചീവ്മെന്റ്. TC വിത്ത് പെർഫോമൻസ് ബോണസ്. ശൈലേഷ് സാറിന്റെ സീലിംഗും എന്റെ TCയും പെർഫോമൻസും ഒന്നാണ്. ഒരു ദിവസമാണ് നടന്നത്. അത് പ്രമരം പ്രോഗ്രാമിനായിരുന്നു. മുബിൻ മുഹമ്മദ് സാറിന്റെ കയ്യിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് അച്ചീവ്മെന്റ് വാങ്ങുന്നത്. ഇപ്പോഴത്തെ പോലെ സ്റ്റാറും റൂബി ഒന്നും റെക്കഗ്നൈസേഷനും സ്റ്റേജും പ്രോഗ്രാം ഒന്നും അന്നില്ല. അന്ന് പ്രമരം പ്രോഗ്രാമിന് TC ആയിട്ട് TC വിത്ത് പെർഫോമൻസ് ബോണസും ആയിട്ടാണ് ഞാൻ ആദ്യത്തെ അച്ചീവ്മെന്റ് വാങ്ങുന്നത്. അതെന്നെ വലിയ മാറ്റം ഉണ്ടാക്കി എന്റെ മൈൻഡിൽ. ആ പ്രോഗ്രാമിൽ കയറി നിന്നപ്പോ 10,000 പേരെയൊക്കെ ഒരുമിച്ച് കാണുന്നത് ഞാൻ അന്നാ. സത്യം, ജീവിതത്തിൽ പൂരമൊന്നും ഞാൻ കാണാൻ പോകാറില്ല, പൂരത്തിന് കൊണ്ടുപോകാറുമില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരാള് ഇത്രയും വലിയൊരു പ്രോഗ്രാമിൽ കയറിയിട്ടാണ് ആളുകളെയൊക്കെ ഇത്ര ഒരുമിച്ച് കാണുന്നത്. അപ്പൊ അങ്ങനെ എന്റെ മൈൻഡ് സെറ്റിൽ ആ സ്റ്റേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാനൊരു തീരുമാനം എടുത്തു. രക്ഷപ്പെടാൻ പറ്റിയ മേഖലയാണ്. ഇനി പിറകോട്ടില്ല. ഇനി വീട്ടിലല്ല, നാട്ടിലല്ല, ലോകം മുഴുവൻ എന്നെ മാറ്റാൻ സാധിക്കില്ല എന്നൊരു കടുത്ത തീരുമാനം എടുക്കുകയും എന്തെങ്കിലും ആവാനുണ്ടെങ്കിൽ എനിക്ക് പറ്റുന്നത് ഈ MLA സ്റ്റേഷനിൽ മാത്രം എന്നൊരു കടുത്ത തീരുമാനം എടുക്കുകയും ആ തീരുമാനത്തിലൂടെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, വീട്ടിലേക്ക് തിരിക്കുന്നത്. അവിടെ പോകുമ്പോ ഒരു ബസ് ആളിന് 8,000 രൂപ കൊടുത്തിട്ടാണ് പോകുന്നത്. എനിക്ക് ഒരു വിഷയം ഉണ്ടായിരുന്നില്ല 8,000 രൂപ എന്ന് പറയുന്നത്. ഒറ്റ ഡിസ്ട്രിബ്യൂട്ടർ അതിലില്ല. ആ ഒരു ബസ് ആളിലും എല്ലാം എന്റെ കുടുംബക്കാര്, നാട്ടുകാര്. ഇവർക്ക് അറിയണ്ടേ എന്തൊക്കെയോ ഞാൻ ആയിട്ടുണ്ട് എന്നൊക്കെ എന്റെ ലീഡർമാർ പറഞ്ഞു. ഭയങ്കര കൺഗ്രാചുലേഷൻസ്. അന്ന് ഫോണൊന്നുമില്ല, ഗ്രൂപ്പൊന്നുമില്ല, അതുകൊണ്ട് ഫോട്ടോസ് ഒന്നും വരണമൊന്നും എനിക്ക് കാണൂല. അപ്പൊ ഇവര് പറയുന്നത് വെച്ചിട്ട് ഞാൻ എന്തൊക്കെയോ ആയി എന്ന് എനിക്ക് തോന്നൽ തുടങ്ങി. അപ്പൊ ഇതെന്തോ കാണാൻ 10,000 പേര് പങ്കെടുക്കുന്ന പ്രോഗ്രാമാണ് ഭ്രമരം എന്ന് പറഞ്ഞു. അപ്പൊ ഇത് കാണാൻ എന്റെ നാട്ടുകാരെയും കൂട്ടി പോയതാ. ഒരു ബസ് 8,000 രൂപ. ഇതൊന്നും കൂടാതെ ടീം ഉണ്ടാക്കാൻ പഠിച്ചു. ആന്ധ്രയിൽ പോയി, ആന്ധ്രക്കാരെ വരാൻ പറ്റിയില്ല. അപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. വയനാട്ടില് എന്റെ ഹസ്ബൻഡിന്റെ പെങ്ങളും ഫാമിലിയും ഉണ്ട്, ഒരു 5 ഫാമിലി ഉണ്ട്. അവർക്കൊരു ടാറ്റാ സുമ ഏൽപ്പിച്ചു കൊടുത്തു 2,000 രൂപയ്ക്ക്. അങ്ങനെ 10,000 രൂപ മൊത്തം ചെലവാക്കി പോസിറ്റീവാക്കിയ ഒരാളാ, നാട്ടുകാരെ പോസിറ്റീവാക്കിയ ഒരാളാ. ഈ കഷ്ടമൊന്നും നിങ്ങൾക്കില്ല. നിങ്ങൾ വീട്ടുകാരെ പോസിറ്റീവാക്കിയാൽ മതി. ഇപ്പൊ ഒന്നും അങ്ങനത്തെ ഒരു സാഹചര്യം അല്ലല്ലോ. നാട്ടുകാരെ മുഴുവൻ പോസിറ്റീവാക്കാൻ നടക്കും. ഞാൻ അവിടുത്തെ സ്റ്റേജിലൊക്കെ കയറി ഒരു മെമന്റോയൊക്കെ വാങ്ങി. കമ്മിന്റെ ഡയമണ്ട് എക്സിക്യൂട്ടീവ് മുബിൻ സാറിന്റെ കയ്യിൽ നിന്നൊക്കെ മെമന്റോയൊക്കെ വാങ്ങിയപ്പോ ഇത്രയും ആളുകളൊക്കെ എന്റെ നാട്ടുകാരും കണ്ടപ്പോ ഇവള് ചെറുതൊന്നും അല്ല, ഇവള് വലിയൊരു പ്രസ്ഥാനത്തിലാണ് പോയി പെട്ടിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലായി. നാട്ടുകാര് പിന്നെ നാട്ടിൽ നെഗറ്റീവ് എന്നെ പറഞ്ഞാൽ സമ്മതിക്കൂല. കാരണം അത് നേരിട്ട് വന്ന് കണ്ടവരാണല്ലോ. അപ്പൊ മിക്ക ആളുകളും അപ്പൊ മറ്റുള്ളവരാരെങ്കിലും നെഗറ്റീവ് പറഞ്ഞാൽ ഇവര് ഏൽക്കൂല. അവള് നല്ലൊരു പണിയാണ് ചെയ്യണമെന്ന് തീരുമാനിച്ചു. പക്ഷെ നെഗറ്റീവ് ഒന്നും വിട്ടുമാറിയിട്ടില്ല. ഞാൻ അതിന്ന് ഫോണ് വാങ്ങി. അങ്ങനെ
ലാപ്ടോപ്പ്, അങ്ങനെ സ്റ്റെപ്പായിട്ട് റാങ്കുകൾ മാറാൻ തുടങ്ങി, വരുമാനം വരാൻ തുടങ്ങി. ആന്ധ്ര എന്ന് പറയുന്ന ഒരു നാട് കിട്ടി. ഇന്ന് ആന്ധ്രയിൽ എന്റെ ഏട്ടനും ചേച്ചി എന്താണ് RTC-ലാ നിൽക്കുന്നത്. ഞാൻ RTC ആയിട്ടില്ല കേട്ടോ. എന്നാ അവിടെ എന്റെ താഴെ 2 RTC ഉള്ളത്, 9 STC ഉണ്ട് ആന്ധ്രയിൽ. അപ്പൊ ഇത്രയും ആന്ധ്രയിൽ പോകാൻ ഒരുപാട് കഷ്ടമൊക്കെ ഉണ്ടായിരുന്നു. നാടും വീടും വിട്ട് പോണായിരുന്നു. വീട്ടുകാര് അതിന് മുറിവുറുപ്പൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. ഹസ്ബൻഡ് ചോറ് വെക്കാനൊക്കെ പഠിച്ച് ഞാൻ ആന്ധ്രയ്ക്ക് പോയ പിന്നെ തന്നെയാണ് 3 ദിവസത്തേക്ക് 4 ദിവസത്തേക്കുള്ള കറികൾ വെച്ച് വെക്കും. ഫ്രിഡ്ജൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. ഫ്രിഡ്ജൊക്കെ ആദ്യമായിട്ട് വാങ്ങിയത്, ഫ്രിഡ്ജ് ഞാന് വാങ്ങിയത്. കാരണം ആ കറികൾ വെച്ച് വെച്ചിട്ട് ആന്ധ്രയ്ക്ക് പോകണം. അതിനു വേണ്ടി ആദ്യമായിട്ട് ഫ്രിഡ്ജ് വാങ്ങി. പിന്നെ ഫോണ് വാങ്ങിയതിന് ശേഷം ആദ്യം വാങ്ങിയത് ഞാൻ ഫ്രിഡ്ജ് തന്നെയാണ്. അതിന് ശേഷം ബാക്കി എല്ലാം വാങ്ങിയിട്ടുള്ളൂ. ഇന്നെല്ലാം ഉണ്ട് എന്റെ വീട്ടിൽ. അലക്ക് മെഷീൻ തൊട്ട് എല്ലാ സാധനവും ഉണ്ട്. ഒരു ഫോണ് പോലും ഇല്ലാതെ ഈ ബിസിനസ്സിൽ കടന്നു വന്ന ഞാൻ ഇന്ന് എല്ലാ വീടിന്റെ പണികളും പൂർത്തിയാക്കി. എല്ലാ സൗകര്യങ്ങളും എന്റെ വീട്ടിലുണ്ട്. ദൈവം സഹായിച്ചു. MLA സ്റ്റേറ്റ് സഹായിച്ചാണ്, എന്റെ ലീഡർമാര് സഹായിച്ച കൊണ്ടാണ്, എന്റെ കഴിവ് കൊണ്ടല്ല. എന്റെ കഴിവ് കൊണ്ടാണ് എനിക്ക് നേടാൻ പറ്റുമെങ്കിൽ ഞാൻ ഈ 55 വയസ്സിൽ 10 വയസ്സിൽ പണിക്ക് പോകാൻ തുടങ്ങിയതാണ്. 3 ഇഷ്ടിക എടുത്ത് ചുമക്കാൻ പറ്റുന്ന പ്രായത്തിൽ ഞാൻ പണിക്ക് പോകാൻ തുടങ്ങിയതാണ്. അങ്ങനെയാണെങ്കിൽ എന്റെ സാമർഥ്യം എന്റെ കഴിവും കൊണ്ട് ഉപയോഗിച്ച് എനിക്ക് നേടാൻ 55 വയസ്സ് വരെ ഇഷ്ടം പോലെ സമയം ഉണ്ടായിരുന്നു. ഒന്നും നേടിയിട്ടുണ്ടായിരുന്നില്ല. കടങ്ങളും ബാധ്യതകളും പ്രശ്നങ്ങളും മാത്രം നേടിയെടുക്കും. പക്ഷെ ഈ ബിസിനസ്സിന് വന്നതിന് ശേഷമാണ് ഞാൻ നല്ല നല്ല സ്വപ്നങ്ങളൊക്കെ കാണാൻ തുടങ്ങിയത്. സത്യം, ഇതൊന്നും നുണയല്ല. ഇതെല്ലാം എന്റെ ജീവിത കഥയാണ്. ഒരുപാട് കഥകൾ, ഇനിയും ദുരിത കഥകളൊക്കെ പറയണ്ട. അത് ഞാൻ ഇറക്കാത്തതാണ്. അതൊക്കെ ഞാൻ RTC ആയി കഴിഞ്ഞാൽ ഞാൻ ഒന്ന് ഇറക്കും. ഒരുപാട് ദുരിതങ്ങൾ ഇനിയും ഉണ്ട്. എന്റെ ജീവിതത്തിൽ ദുരിതങ്ങൾ മാത്രമേ അനുഭവിച്ചിട്ടുള്ളൂ. കാരണം എന്റെ വീട്ടിൽ വലിയ ഫാമിലിയാണ്. അച്ഛന്റെയും അമ്മയുടെ ഒക്കെ ഫാമിലി. എല്ലാരും നല്ല ആളുകളാണ്, കാശുള്ള ആളുകളാണ്. അമ്മയുടെ വീട്ടുകാരെ എല്ലാരും ഗവൺമെന്റ് ജോലിക്കാരാണ്. അച്ഛന്റെ വീട്ടുകാരൊക്കെ ആന്ധ്രയും ബാംഗ്ലൂരൊക്കെ പോയി കടയും കച്ചവടം ഒക്കെ വെച്ചിട്ടുള്ള ആളുകളാണ്. ഞങ്ങളുടെ കുടുംബം മാത്രം പാവം ഒരു അച്ഛനും അമ്മയാണ്, എന്റെ അമ്മയും അച്ഛനും. അപ്പൊ അങ്ങനെ ഒരു ഫാമിലിയിലാവുമ്പോ എന്തോരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുപാട് ഇല്ലായ്മകൾ വളർന്ന കൂലിപ്പണിക്ക് പോകുന്ന, മറ്റുള്ളവര് സ്കൂളിൽ പോകുമ്പോ ഞങ്ങള് പണിക്കാണ് പോവുക. അങ്ങനെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. അവരെ കുത്തുവാക്കുകളും കളിയാക്കലും കല്യാണങ്ങൾക്ക് വിളിക്കാതെയും ഒരു സ്ഥാനമില്ലാത്ത ഒരുപാട് അനുഭവങ്ങൾ എന്റെ കുട്ടിക്കാലം മുതൽ കണ്ടും കേട്ടും വളർന്നുകൊണ്ട് ആ ഒരു തീയ ഉള്ളില് ആത്മാർത്ഥതയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയാണ് പണിക്ക് പോകുമ്പോഴും ജീവിച്ചിരുന്നത്. അഭിമാനത്തോടെ തന്നെയായിരുന്നു. ആരുടെ വീട്ടിലേക്കും പോണത് ഇഷ്ടമല്ല. കുടുംബക്കാരുടെ വീട്ടിൽ ഒന്നും എനിക്ക് പോണത് ഇഷ്ടമല്ല. കുടുംബക്കാരന്റെ പേരിലൊക്കെ ഞാൻ അഹങ്കാരി എന്നാണ് പറയാ. കുട്ടിക്കാലത്തന്നെ കാന്താരി എന്നൊക്കെയാണ് വിളിക്കുക. പറഞ്ഞതിന് അപ്പം മറുപടി പറയും. കാരണം അച്ഛനും അമ്മയും വീട്ടുകാരൊക്കെ അവഗണിക്കുന്നത് കണ്ടു വളർന്നത് കൊണ്ട് എനിക്ക് അവരാരെയും ഇഷ്ടമല്ല. അവരെന്തെങ്കിലും കുരുട്ട് ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ ഞാൻ അതിന് തക്ക മറുപടി കൊടുക്കും. അപ്പൊ അവര് പറയാ അഹങ്കാരി എന്നാ. ശാരദയുടെ മോളില്ലേ, 2ാമത്തെ മോള് ഭയങ്കര അഹങ്കാരിയാന്നാ പറയാ. എന്റെ ചേച്ചിക്ക് ഭയങ്കര പേടിയാണ്. ഇന്ന് നിങ്ങൾ കാണുന്ന വിജയലക്ഷ്മി മാഡം ആന്ധ്രയിൽ, ചേച്ചിക്ക് ഭയങ്കര പേടിയാണ്. അവൾ എന്നെ പോലെയല്ല. ഞാൻ തന്റെടിയും അവള് പാവം എന്നാണ് എന്റെ നാട്ടിൽ എല്ലാരും പറയാ. എന്റെ താഴെയുള്ള ഒരു അനിയത്തി സംസാരിക്കാത്തവളാണ്. അപ്പൊ അവളുടെ സംസാരമൊക്കെ എനിക്കാണ് കിട്ടിയിട്ടുള്ളതെന്നാ പറയാ. അനിയൻ അധികം സംസാരിക്കാത്തൊരു കുട്ടിയാണ്. ആകെ സംസാരിക്കുന്ന 4 മക്കളാണ് അമ്മയ്ക്ക്, 2 പേര് ഞങ്ങളെ ഉള്ളൂ. അതിൽ ചേച്ചിയും അധികം സംസാരിക്കില്ല. അപ്പൊ 3 എന്റെയും കൂടെ ഞാൻ സംസാരിക്കും. അങ്ങനെയാണ് എന്നെ എല്ലാരും എന്റെ നാട്ടിൽ പറയുക. സംസാരിക്കാൻ പറഞ്ഞ ആവശ്യമില്ലാത്തൊന്നും പറയില്ല. കാര്യങ്ങൾ പറയുമ്പോ ആർക്കും ഇഷ്ടാവില്ല. കുട്ടിപ്രായത്തിലും വലിയ കാര്യങ്ങളാണ് പറയുക. അപ്പൊ അതുകൊണ്ടായിരിക്കാം ഞാൻ തന്റെടിന്ന് പറയും. പക്ഷെ എന്നെ അറിയുന്നവർക്ക് എല്ലാവർക്കും ഞാൻ വീട്ടിലെ ഒരു ആൺകുട്ടിയാന്നാണ് എന്റെ അച്ഛനൊക്കെ പറയാ. ഉത്തരവാദിത്തങ്ങളൊക്കെ ചെറുപ്പം മുതലേ ഏറ്റെടുക്കുന്ന ഒരാളായിരുന്നു. അതുകൊണ്ടാണ് എന്തോ ഈ ബിസിനസ്സിൽ ഞാൻ വളരെ ഉത്തരവാദിത്തത്തോടു കൂടെ നെഞ്ചോട് ചേർത്ത് ചെയ്യാൻ തുടങ്ങിയപ്പോ ഇന്ന് 4 വീലർ, കാറ് 1 lakh ഇൻകം ടച്ച് ചെയ്യാൻ പറ്റി. ഒരു മന്ത്ലി ഇൻകം 1 lakh ടച്ച് ചെയ്യാൻ പറ്റി ഈ ബിസിനസ്സിലൂടെ. അതുപോലെ 2 വീലർ എന്റെ മകന് വാങ്ങിക്കൊടുത്തു. ഞാൻ വെസ്പ എന്ന് പറഞ്ഞ വണ്ടിയാണ് ആദ്യം എടുത്തത്. പിന്നെ മകനൊരു 2 വീലർ. ഇപ്പൊ കഴിഞ്ഞ ജനുവരിക്ക് എന്റെ ഹസ്ബൻഡിന് ഞാൻ കാർ എടുത്തപ്പോ ആൾക്ക് ഈഗോ അടിച്ച് ചാവണ്ട എന്ന് കരുതിയിട്ട് എന്ത് ചെയ്തു, ഒരു 2 വീലർ എടുത്തു കൊടുത്തിട്ടുണ്ട്. ഗിഫ്റ്റ് ആയിട്ട് എടുത്തു കൊടുത്താണ്. ഭയങ്കര സന്തോഷമായി ആൾക്ക്. എനിക്കും ജീവിതത്തിൽ എന്റെ കുടുംബക്കാർക്കും എന്റെ മക്കൾക്കും ഒക്കെ ഭയങ്കര സന്തോഷമായി. കാരണം അച്ഛന്
എല്ലാരും എല്ലാ മക്കളും കണ്ടിട്ടുള്ള അച്ഛന്മാര് അമ്മമാർക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ടല്ലേ. പക്ഷെ ഇവിടെ നേരെ വ്യത്യസ്തമായിട്ട് അമ്മ അച്ഛന് വണ്ടി ഗിഫ്റ്റ് ചെയ്യാന്ന് പറയുന്നൊക്കെ വലിയ കാര്യമാണല്ലോ അല്ലെ. അപ്പൊ അതൊക്കെ കഴിഞ്ഞ ജനുവരിയിൽ ഉണ്ടായി. ഒരു 2 വീലർ ആൾക്കായിട്ട് ഗിഫ്റ്റ് ആയിട്ട്. ഞാൻ വെസ്പ എനിക്ക് വേറെ ഉണ്ട്, മോന് വേറെ വണ്ടി എടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ എല്ലാവർക്കും വീട്ടില് വണ്ടിയും ഒക്കെ ആയി, പിന്നെ കാറായി. ഇന്ന് നല്ല രീതിക്ക് മുന്നോട്ട് പോകുന്നു, പാർട്ടീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ കാര്യം നിങ്ങൾക്ക് ഏകദേശം പിടുത്തം കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ഇവിടെ ലേഡീസ് ജെന്റ്സ് എന്നൊന്നും ഇല്ല, ഈ ബിസിനസ്സിലില്ല. ഇവിടെ ഒരൊറ്റ കാര്യം വേണ്ടു, തീരുമാനം എടുക്കുന്നത് ആരാണോ, ജയിക്കണം എന്നൊരു തീരുമാനം ആർക്ക് ഉള്ളിലുണ്ടോ അവർക്ക് ഈ ബിസിനസ് പറ്റും. വേർപ്പിന്റെ അസുഖമുള്ളവർക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യണ്ടെന്നാണ് ഞാൻ പറയുന്നത്. വെറുതെ വേണ്ടാത്ത പണിക്ക് നിൽക്കണം, ഒന്നും ആവൂല, ഒന്നും ആവില്ല. ഒന്നും ആക്കിത്തരും നിങ്ങളുടെ ലീഡർ നിങ്ങൾ വിചാരിക്കാം കേട്ടോ. സമയം വെറുതെ കളഞ്ഞ് നശിപ്പിക്കണ്ടെന്നാണ് എനിക്ക് പറയാം. റീറ്റെയിൽ മാത്രം ചെയ്യുന്ന ലേഡീസിന് ജെന്റ്സിന് നിങ്ങളുടെ ലീഡർക്കൊക്കെ നിങ്ങളെ ഒരു ചിന്തയുണ്ടാവും. എന്തായിരിക്കും? ഇവര് റീറ്റെയിൽ കുറച്ച് നടത്തും, ഇവര് ലീഡർഷിപ്പിലേക്കൊന്നും വരൂല, ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കുന്നുണ്ടാവും. അവര് ചിന്തിക്കുന്നുണ്ടാവും. അവരുടെ ചിന്തകൾ മാറ്റാൻ നിങ്ങൾക്ക് പറ്റും. അവരുടെ ചിന്തകൾ മാറ്റിമറിക്കി. എനിക്ക് ഒരു ഐഡിയ ആണ് അടിച്ചു തന്നിട്ടുള്ളത് രാജു സാർ. 3 ഐഡിയ ഇല്ല. ഇന്നും പ്രാക്കാ രാജു സാർ. നിങ്ങൾ എന്ത് പണിയാ രാജു സാറെ കാട്ടിയത്? എനിക്ക് 3 ഐഡിയ എന്താ അടിച്ചു തരാം? ഇപ്പൊ നമ്മളെല്ലാരും 3 ഐഡിയ അല്ലേ അടിക്കാറ്. അപ്പൊ രാജു സാർ സജി സാറും പറയുന്ന ഒരു വേടുണ്ട്, നിങ്ങൾ ഇത്രയും വലുതാവും, ഇത്രയും തീ നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നുള്ളതേ നിങ്ങളെ കണ്ടാ തോന്നണ്ടേ. നിങ്ങൾ കുറച്ച് സാധനം വിറ്റിട്ട് കുറച്ച് റീറ്റെയിൽ നടത്തും, അല്ല നിങ്ങൾ ഇത്ര ലീഡർഷിപ്പിൽ വരും, നിങ്ങൾ പുലിയാണ് എന്നുള്ളതൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു മാഡം. അതുകൊണ്ടാ 3 ഐഡിയ അടിക്കാഞ്ഞത്. ഇന്നും എനിക്ക് 3 ഐഡിയ ഒരുമിച്ചില്ല, ഒറ്റ ഐഡിയ ആണ്. ഇപ്പൊ ഇതുപോലെ നിങ്ങളെ പലരും എന്ത് ഉണ്ടാവും, പല ലീഡർമാരും നിങ്ങൾ അങ്ങനെ വളരുമൊന്നുമില്ല, നിങ്ങൾക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി ഒന്നും ഇല്ല എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ മാറ്റിമറിക്കി. ഞാൻ എന്റെ ലീഡർമാരെ ഞെട്ടിച്ചൊരാളാ. ഇത്രയും നല്ല ഒരു ലീഡർ ഇപ്പൊ കിട്ടാനില്ല ലേഡിയിൽ എന്നാ പറയാ രാഹുൽ സാർ. അഭിമാനമില്ലേ? അഭിമാനമാണ്, അഹങ്കാരമൊന്നുമില്ല കേട്ടോ. അഭിമാനം മാത്രമേ പാടുള്ളൂ. ഇതിൽ എത്ര വളർന്നാലും ഞാനിത് ഇനിയും വളർന്നിട്ടില്ല എന്നാ പറയാ. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക, എപ്പോഴും ഞാൻ ബിസിനസ് പഠിച്ചുകൊണ്ടിരിക്കുക. ഇതിലൊന്നും ആയിട്ടില്ല, നേഴ്സറി ക്ലാസ്സിലാണ്, അംഗൻവാടിയിലാണെന്നാ ഞാൻ പറയാ. രാഹുൽ സാർ ഇപ്പൊ പറഞ്ഞ എന്തെങ്കിലും സംശയം ചോദിച്ചാൽ ഞാൻ പറയും കുട്ടിയൊക്കെ തോറ്റിട്ടുണ്ട് കേട്ടോ, എന്നെ ഇങ്ങനെ ആക്കാന് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. എന്താ പറയാ, അവാർഡ് കൊടുക്കണം എന്നൊക്കെ പറയും. എന്നെ ഇങ്ങനെയൊക്കെ ആക്കി മാറ്റിയതിന്റെ അവരുടെ ഒരു കഴിവ് തന്നെയാ. ഞാൻ എന്നും പറയും, ഒരിക്കലും മറക്കില്ല. ദൈവത്തിൽ കഴിഞ്ഞാൽ അടുത്ത കാണുന്ന ഞാൻ സജി സാറിനെയും രാജു സാറിനെയും തന്നെയാണ് ദൈവമായിട്ട്. അതിന് ഒരു തർക്കവുമില്ല. അവരത്രയും കഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ ഞാനിപ്പോഴൊക്കെ പറയാ, നിങ്ങൾക്ക് അഭിമാനിക്കുക. അപ്പൊ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഇപ്പോഴും സംസാരിക്കുമ്പോ രാജു സാർ എന്നോട് പറയും, നിങ്ങൾ ചെയ്താൽ മതി സാവിത്രി, നിങ്ങൾ പ്ലാൻ ചെയ്താൽ മതി. നിങ്ങളിപ്പോ നിസാര ആളൊന്നും അല്ലല്ലോ, STC ഒക്കെ കഴിഞ്ഞ RTCക്ക് പോവല്ലേ, നിങ്ങൾ എന്താച്ചാ പറയും. അപ്പൊ ഞാൻ പറയും, ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പോഴും കുഞ്ഞന്നെയാ. ആൾക്കാർക്കാണ് ഞാൻ STC RTC പുലിയാണെന്നൊക്കെ തോന്നുന്നത്. സത്യത്തിൽ നിങ്ങൾക്ക് എന്നെ അറിയാലോ സാറേ എന്നാണ് ഞാൻ എപ്പോഴും പറയാ. ഇന്നലെ വിളിച്ചപ്പോ പോലും ഞാൻ എങ്ങനെയാണ് സംസാരിക്കുക, ഞാൻ എന്റെ മൈൻഡിൽ ഇപ്പോഴും ഞാൻ കുട്ടി തന്നെയാണ്. ഞാൻ എന്തൊക്കെയോ ആയി എന്ന് എനിക്ക് ഇനിയും തോന്നിയിട്ടില്ല, ആവാൻ പോണേ ഉള്ളൂ. 2025 എന്റെ വർഷമാണ്, ഞാൻ പഠിക്കുന്ന വർഷമാണെന്നാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എനിക്ക് മനസ്സറിഞ്ഞ് കളിക്കാൻ പറ്റിയിട്ടില്ല ഈ ബിസിനസ്സിൽ. ആകെ ഒരു വർഷം ഞാൻ മനസ്സറിഞ്ഞ് കളിച്ചിട്ടുള്ളൂ. ഭ്രമരം പ്രോഗ്രാം കഴിഞ്ഞ് വന്ന ഒരൊറ്റ വർഷം ആന്ധ്ര ഡെവലപ്മെന്റ് ചെയ്യാൻ മാത്രം. ആ സമയത്ത് മാത്രമാണ് ഞാൻ എന്റെ തൃപ്തിക്കനുസരിച്ച് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളൂ എന്നാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. അങ്ങനെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അച്ഛൻ അമ്മ അവർക്കൊക്കെ 90 വയസ്സായിരുന്നു. ആന്ധ്രയിലേക്കൊക്കെ പോകുമ്പോൾ ഭയങ്കര റിസ്ക് ആയിരുന്നു. കാരണം അവരെയൊക്കെ നോക്കണം, കുട്ടികളെ നോക്കുന്ന പോലെ. വിട്ടിട്ട് പോകാൻ 3 ദിവസം അവിടെയായിരുന്നു, ആഴ്ചയിൽ 3 ദിവസം. അങ്ങനെയൊക്കെ ഒരുപാട് പ്രതിസന്ധികളൊക്കെ അനുഭവിച്ചിട്ടാണ് ആന്ധ്ര എന്ന് പറയുന്ന ഒരു ടീം ഉണ്ടാക്കിയത്. എന്റെ ലീഡർമാർക്ക് തെലുങ്ക് അറിയില്ല, എനിക്ക് തെലുങ്ക് അറിയും. എനിക്ക് പ്ലാൻ അറിയില്ല, ലീഡർമാർക്ക് പ്ലാൻ അറിയും. ഇത് വർക്കൗട്ട് ആക്കിയാൽ ഞാൻ പോണം. ഞാൻ പറയും, അവർക്കാണ് പ്ലാനൊക്കെ അറിയാം, എനിക്ക് എന്തില്ല, തെലുങ്ക് അറിയും, പ്ലാൻ അറിയില്ല. പ്ലാൻ അറിയുന്നവർക്ക് തെലുങ്കും അറിയില്ല. ഇങ്ങനെ വർക്കൗട്ട് ചെയ്തിട്ടാണ് സാറിന്റെ കൂടെ പോയി ആന്ധ്ര എന്ന് പറയുന്ന ഒരു രാജ്യമൊക്കെ ഡെവലപ്മെന്റ് ചെയ്തത്. ഒരു വർഷം
ഒരു വർഷം സമയമെടുത്തു. എന്റെ വൺ സൈഡാണ് ആന്ധ്ര. ആ ഒരു വർഷം വൺ സൈഡിൽ ഒരു 10 പൈസ ഇൻകം കിട്ടുന്ന പ്രതീക്ഷിച്ചുകൊണ്ടല്ല ആന്ധ്രയിൽ ഞാൻ വർക്കിന് പോയത്. ആന്ധ്രക്ക് ഞാൻ വർക്കിന് പോകണമെങ്കിൽ 500 രൂപ വേണം ഒരാളുടെ ചെലവ് എന്ന് പറയുന്നത്. അവിടെ പോയിട്ട് ചെലവൊന്നുമില്ല. അവിടെ ചേച്ചിയുടെ വീട്ടിൽ തന്നെ ലീഡർക്കൊക്കെ ചേച്ചിയുടെ വീട്ടിൽ സൗകര്യമുണ്ട്. സ്വന്തം വീടാണ്. അവിടെ കാശുമുണ്ട്. അത്യാവശ്യം കാശുള്ള ടീമാണ്. എന്നെ പോലെ പാവപ്പെട്ട ചേച്ചിയൊന്നും അല്ല. നല്ല സാമ്പത്തികമൊക്കെ ഉള്ള ചേച്ചി തന്നെയാണ്. അപ്പൊ ഈ ബിസിനസ് കൊടുക്കുമ്പോ അവിടേക്ക് തന്നെയാണ് പോയത്. അപ്പൊ അവിടെ പോകുമ്പോ പവർ സൈഡാണ്. ഇൻകം വരുമോ നിങ്ങൾക്കൊക്കെ ഇപ്പൊ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അത് നെഗറ്റീവായിട്ട് ഞാൻ കാണുന്നില്ല. നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. വൺ സൈഡ് ഇൻകം ഇല്ലാതെ ഒരു വർഷം പണിയെടുത്ത ഒരാളാണ്. ആകെ ഒരു ടീമേ ഉള്ളൂ. അത് ചേച്ചിയാണ്. അത് ആന്ധ്രയാണ്. പക്ഷെ പ്രതീക്ഷയൊക്കെ ഭാവിക്ക് വേണ്ടിയിട്ടായിരുന്നു. നിങ്ങൾ ഇപ്പൊ ഒന്നും പ്രതീക്ഷിക്കരുത്. ഒന്നും പ്രതീക്ഷിക്കുക. ഇപ്പൊ അവിടുന്ന് 7 കോടി ബിസിനസ്സാണ്. 7 കോടി ബിസിനസ്സാണ്. എനിക്ക് മെച്ചമുണ്ടോ? മെച്ചമില്ലേ? നിങ്ങൾ ആലോചിക്കും. 7 കോടി വരെ എനിക്ക് തിരിഞ്ഞു നോക്കണോ ഒരു സൈഡ്? അതിന് കഷ്ടപ്പെട്ടത് അന്ന് കഷ്ടപ്പെട്ടതിന്റെ സുഖം ഞാനിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ വീക്ക് സൈഡ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെച്ച കാശാ. സുഖല്ലേ? സുഖല്ലേ? അപ്പൊ അന്ന് പവർ ടൈമാണ്. അല്ല, പവർ ടീമാണ്. അവിടേക്ക് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ ഈ 7 കോടി കിട്ടുവോ? കിട്ടുവോ? അവിടെ ഇത്രയും RTCകളെ കിട്ടുവോ? എന്റെ ജീവിതത്തിൽ ഇനി അതിന്റെ ഒപ്പം എത്താൻ സാധിക്കൂല. വീക്ക് സൈഡ് ഇവിടെ പണിയെടുത്ത് കയറ്റാൻ പറ്റൂല. മനസ്സിലായോ? അമ്മാതിരി പവർ അവിടെ കിടക്കുന്നു. അപ്പൊ അവിടെ സെറ്റ് ആയതിനു ശേഷമാണ് പിന്നെ ഇവിടെ ടീം ഉണ്ടാക്കിയത്. അപ്പൊ ആ സെറ്റ് ആവുന്നവരെ ഞാൻ ക്ഷമ കാണിച്ചു. ഞാൻ നിങ്ങൾ പറയുന്ന പോലെ രാജു സാറോട്, എല്ലാരും നിങ്ങൾ ലീഡർമാരെ, എനിക്ക് സാറേ 1000 വരാണ്ട് വന്നില്ല, ഞാൻ 1 മാസമായി പണിയെടുക്കണോ, എനിക്ക് ഇൻകം വന്നില്ല എന്നൊന്നും കരഞ്ഞിട്ടില്ല. ഞാൻ ആകെ റീറ്റെയിൽ മാത്രമാണ് ഫോക്കസ് ചെയ്ത്. റീറ്റെയിൽ ചെയ്തുകൊണ്ട് കാശുണ്ടാക്കിയത് കൊണ്ട് തന്നെയാണ് ആന്ധ്രയ്ക്ക് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ റീറ്റെയിൽ ചെയ്ത അഭിമാനത്തോടെ അവിടെ പോയൊരു ടീം ഉണ്ടാക്കി. എന്റെ ലീഡർമാരെന്റെ ഒരാളുടെ സഹായത്തോടു കൂടെ അവിടെ ടീം ഉണ്ടാക്കി. പിന്നെ 1.5 വർഷം കഴിഞ്ഞപ്പോ എനിക്ക് വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും വയ്യാതെയാവാൻ തുടങ്ങി. അപ്പൊ അവര് കിടപ്പിലായപ്പോ എനിക്ക് ഒട്ടും അവരെ ഇട്ടിട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥയായപ്പോ ഞാൻ രാജു സാറോട് സംസാരിച്ചു. സജി സാർക്ക് ഹിന്ദി അറിയാം. അപ്പൊ അവിടെ ഹിന്ദിയൊക്കെ വർക്കൗട്ട് ആവും. പക്ഷെ തെലുങ്ക് പഠിച്ചില്ല ആള്. കാരണം ഞാൻ തെലുങ്ക് ഈസി ആയിട്ട് പറയുന്നത് കൊണ്ട് ആളത് കാര്യമാക്കി എടുത്തില്ല. 1 കൊല്ലം എന്റെ കൂടെ വന്നിട്ടും ഭാഷ പഠിച്ചില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ എനിക്ക് പോകാൻ പറ്റാതായപ്പോ ഇവര് കുടുങ്ങി. അവിടെ ടീമുമായി അവിടെ ഒരു 150 പേരുടെ പ്രോഗ്രാം നടത്തി. ശൈലേഷ് സാറെ കൂട്ടിയിട്ട് പോയി. ആദ്യത്തെ പ്രോഗ്രാം ആയിരുന്നു. പിന്നെ അവിടെ ടീമായി ATC ആയി മുരളിയേട്ടൻ, DTC ആയി ചേച്ചി. ഇങ്ങനെ ആയപ്പോ ഇവര് കുടുങ്ങി. എനിക്ക് പോവാനും പറ്റാതെയായി. അങ്ങനെയാണ് രാജു സാറ് തെലുങ്ക് പഠിച്ചത്. അവിടെ പോവും. ഞാൻ ഇവിടുന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ചേച്ചി അവിടെ മലയാളം ഡബ് ചെയ്യും. അങ്ങനെ ഞാൻ ഫോണിൽ കൂടെയൊക്കെ തെലുങ്ക് വേർഡുകളൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് അവിടെയും പോയി. അങ്ങനെ രാജു സാറ് 6 മാസം കൊണ്ട് തെലുങ്ക് പഠിച്ചു. ഇന്ന് അവിടുത്തെ ഏറ്റവും നല്ല ലീഡർ ആരാ ചോദിച്ച രാജു സാർ. ഞാൻ അവിടുന്ന് പോക്ക് നിർത്തി. ഞാനിവിടെ വീക്ക് സൈഡ് പ്രവർത്തിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ടീം ഉണ്ടാക്കുകയും വയനാട് ഒരു ടീം ഉണ്ടാക്കി. അച്ഛനും അമ്മയും 2 കൊല്ലം കിടന്നു മരിച്ചു. 95 വയസ്സായിരുന്നു രണ്ടാൾക്കും. 1 കൊല്ലം കൊണ്ട് തന്നെ 2 മരണം. അച്ഛനും അമ്മയും മരിച്ചു. ഞങ്ങളൊക്കെ കുഞ്ചാക്ക ഭവനും ബേബി ശാലിനി എന്നാണ് പറയുക. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. ഒരുമിച്ചേ കിടക്കുള്ളൂ. ആ പ്രായത്തിൽ പോലും അവർ ഭാഗ്യം ചെയ്തവരാണ്. എനിക്ക് ഭയങ്കര അഭിമാനമാണ്. അവരെ നോക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ അവരങ്ങനെ 1 വർഷം ഞാൻ നോക്കി. അങ്ങനെ നോക്കി മരിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ പോലെ 1 കൊല്ലം കൊണ്ട് 2 പേരും മരിക്കുകയും ചെയ്തു. ആ 1 കൊല്ലം എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. 1.5 വർഷം ഫീൽഡിൽ പോകാൻ കഴിഞ്ഞില്ല. ആ സമയത്ത് ഞാൻ വയനാട് ടീം ഉണ്ടാക്കി. അവിടെ TC മുതൽ സ്റ്റെപ്പായിട്ട് ആ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് വരുന്നതാണ്. 1 കൊല്ലം പോയിട്ടാണ് അവിടെ ഒരു TC ഒക്കെ ആയത്. ഒരുപാട് ദൂരമാണല്ലോ. ഭയങ്കര ബുദ്ധിമുട്ടോട് കൂടെ ആന്ധ്ര നിർത്തിയ പിന്നെ സജിസാറേയും കൂട്ടി വയനാടായി പോക്ക്. വീട്ടിലിരിക്കാൻ തോന്നാത്ത ഒരവസ്ഥയായി. അങ്ങനെ വയനാട് പോയി 1 കൊല്ലം കഴിയുമ്പോഴത്തേക്കും വീട്ടിൽ വല്ലാത്ത പ്രശ്നങ്ങളായി. അങ്ങനെ വീട്ടിൽ നിന്നപ്പോ അവർക്ക് പ്രൊഡക്റ്റ് കിട്ടാൻ പറ്റാതെയായി. ഇന്നത്തെ പോലെ ഔട്ട്ലെറ്റും മീറ്റിംഗ് സെന്ററൊന്നും വയനാട് ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു, അവർക്ക് പ്രൊഡക്റ്റ് കിട്ടാത്തൊരവസ്ഥ വന്നപ്പോ അവരെല്ലാരും നിർത്തി. എനിക്ക് ഇവിടുന്ന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അച്ഛനും അമ്മയും കിടന്നു. അത് കഴിഞ്ഞ് കോവിഡ് വന്നു. എങ്ങനെ ടീം മൊത്തം കൊഴിഞ്ഞു പോയി. കോവിഡൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളെ ടീം കൊഴിയും. നിങ്ങളുടെ ടീം ഇപ്പൊ ഉള്ളതൊന്നും അല്ല നിങ്ങളുടെ ടീം.
ഉള്ളവരുണ്ടാവും കേട്ടോ. നിങ്ങൾ അതൊന്നും വിചാരിക്കരുത്. ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങൾ പോസിറ്റീവായി എടുക്കാൻ പറ്റണം. നിങ്ങൾക്ക് പ്രതിസന്ധികളിൽ തളരാതെ നിൽക്കണം എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. പ്രതിസന്ധികൾ വരും, പ്രതിസന്ധികൾ വരും. എനിക്ക് വന്ന പ്രതിസന്ധികളാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അങ്ങനെ പ്രതിസന്ധികളിൽ തളരാതെ ഞാൻ നിന്നപ്പോഴാണ് ഇന്ന് നിങ്ങൾ എന്നെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചത്. അല്ലെങ്കിൽ വിളിക്കോ എന്നെ നിങ്ങൾക്ക് ആർക്കറിയും? ഇവിടെ ആർക്കാ? സാവിത്രിക്കാണോ പ്രസക്തി ഉള്ളത്? അല്ല, സാവിത്രിയുടെ റാങ്കിനാണ് പ്രസക്തി, സാവിത്രിയുടെ പവറിനാണ് പ്രസക്തി. ഇതുപോലെ നിങ്ങളും ആവും. അതിന് എക്സ്ക്യൂസുകൾ നിങ്ങൾ ലീഡർമാരോട് പറയരുത്. അങ്ങോട്ട് ചെയ്തോണം. ചെയ്യാൻ തീരുമാനിച്ച കണ്ണടച്ച് ചെയ്യാ. മൊത്തം ടീം പോയിട്ട് സാവിത്രി കുലുങ്ങിയില്ല. സാവിത്രി റീറ്റെയിൽ ഉണ്ടല്ലോ അല്ലെ, പ്രൊഡക്റ്റ് സംസാരിക്കും. നല്ല പ്രൊഡക്റ്റ് ആണ്. റീറ്റെയിൽ അസലായിട്ട് ചെയ്ത് പിടിച്ചു നിന്നു. പിന്നെ ഒരു ടീം ഉണ്ടാക്കി. അതിൽ സോണൽ ടീം കോർഡിനേറ്റർ വരെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് വീട്ടിൽ ഞാൻ വയ്യാതെ കിടക്കുന്നത്. എന്റെ ബോഡിയിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും 1 വർഷം ഞാൻ നീണ്ട ലീവ്. അങ്ങനെ കിടന്ന കിടപ്പായിരുന്നു. ഫോണിൽ പോലും സംസാരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുള്ള ഒരു പ്രശ്നം എനിക്ക് വരികയും അങ്ങനെ കിടന്ന കിടപ്പ് കിടന്നപ്പോ സോണൽ ടീം കോർഡിനേറ്ററിലാക്കി വെച്ചിട്ടുള്ള ആൾക്ക് സിസ്റ്റം പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. പാർട്ട് ടൈം ആയിരുന്നു. നമ്മൾ പണിയെടുത്തിട്ടാണ് ആ റാങ്ക് എത്തിച്ചു കൊടുത്തത്. അദ്ദേഹത്തിന് അതിന്റെ പക്വത ഉണ്ടായിരുന്നില്ല. താഴെ ATC തൊട്ട് TC വരെ എല്ലാരും ഉണ്ടായിരുന്നു. സിസ്റ്റം വീണ്ടും ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ ക്രിയേറ്റ് ചെയ്തപ്പോ ഈ സോണലാണല്ലോ അപ്പോഴത്തെ ലീഡർ ഉണ്ടാവുക. പക്ഷെ അദ്ദേഹം സിസ്റ്റം പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ആണായിരുന്നു. ഈഗോയ്ക്ക് വല്ല കണിയുണ്ട. ഞാൻ മാറി നിന്നപ്പോ പിന്നെ ആ ടീമിന്റെ മെയിൻ ലീഡർ സോണൽ ടീം കോർഡിനേറ്റർ ആയിട്ടുള്ള അദ്ദേഹമായിരുന്നു. അദ്ദേഹത്തിന്റെ തേർവാഴ്ച കൊണ്ട് ഒറ്റ ടീമില്ലാതെയായി. ഞാൻ ഒരു കൊല്ലം എണീറ്റ് വരുമ്പോഴത്തേക്കും ആ ടീം മൊത്തം അടിച്ച് പിരിഞ്ഞ് പുറത്തു പോയി. അങ്ങനെ വീണ്ടും കടലക്കച്ചവടക്കാരൻ വീണ്ടും കടലക്കച്ചവടം എന്ന് പറഞ്ഞ പോലെ സാവിത്രി വീണ്ടും റീറ്റെയിലേക്ക് കുതിച്ചു. അങ്ങനെ റീറ്റെയിൽ ചെയ്തുകൊണ്ട് പിടിച്ചു നിന്നു. അങ്ങനെയാണ് എനിക്ക് കഴിഞ്ഞ വർഷം കൊപ്പം എന്ന് പറയുന്ന ഒരു ടീമില് സരസ്വതി മാഡം എന്ന് പറയുന്ന അന്ന് DTC റാങ്കിൽ നിൽക്കുന്ന സരസ്വതി മാഡത്തിന് ഞാൻ ഡിസ്ട്രിബ്യൂട്ടറായി എനിക്ക് കിട്ടുന്നത്. പാർട്ട് ടൈം ആണ്, അംഗൻവാടിയിൽ വർക്കറാണ്. അവിടെ നിന്ന് വിളിച്ചു കയറിയതാ. ഇന്ന് നാട്ടിലിരിക്കുന്നില്ല. ഇന്ന് കൊപ്പത്തിരുന്നു കൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. കൊപ്പം ഒരു റൂം എടുത്തുകൊണ്ട്, ഒരു ക്വാർട്ടേഴ്സ് എടുത്തുകൊണ്ട്, എല്ലാ സൗകര്യം ഉണ്ട് വെച്ചുകൊണ്ട് അവരെ ഡെവലപ്മെന്റ് ചെയ്യാണ്. ഈ 1 വർഷം കൊണ്ട് അവിടെ സോണൽ ടീം കോർഡിനേറ്ററെ പൊക്കി നമ്മള്. ഇന്ന് അവിടുത്തെ ഗീത മാഡം എന്ന് പറയുന്ന നമ്മുടെ ഒരു മാഡം സോണൽ ടീം കോർഡിനേറ്റർ ആണ്. സരസ്വതി മാഡം DTC ആണ്. അവിടെ നിന്ന് അങ്ങോട്ട് ATCകളും DTCകളുടെ ഒരു നിര തന്നെയുണ്ട്. ഇപ്പൊ 25 ലീഡേഴ്സ് ഉണ്ട് അവിടെ. ഒറ്റ കൊല്ലത്തിന്റെ പ്രവർത്തനമാണ്. അപ്പൊ ഞാൻ പറയുന്നത്, ഞാൻ പണിയെടുത്തിട്ടില്ല, പണിയെടുക്കാൻ പോകുന്നേ ഉള്ളൂ എന്നാ പറഞ്ഞത്. ഇനിയാണ് ഞാൻ പണി തുടങ്ങുന്നുള്ളൂ. ഈ ബിസിനസ്സിന് വന്നതിന് ശേഷം മനസ്സറിഞ്ഞ് ഞാൻ പണിതത് ആന്ധ്രയ്ക്ക് മാത്രമേ ഉള്ളൂ. ഇനിയാണ് എനിക്ക് വേണ്ടി പണിയാൻ പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പ്രതിസന്ധികൾ പലതും ഉണ്ടാവും. ലീഡർമാർ തെറ്റിപ്പിരിയും ചിലപ്പോ. നിങ്ങൾ പറയുന്നതും ലീഡർ പറയുന്നത് സെറ്റായി വരില്ല. സെറ്റാക്കിക്കോണം. നിങ്ങൾക്ക് നല്ലത് മാത്രമേ ലീഡർ പറയുള്ളൂ. നിങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള വാക്കുകളെ അവര് പറയുള്ളൂ. ലീഡർ കിണറ്റ് ചാടാൻ പറഞ്ഞാൽ നിങ്ങൾ ചാടിക്കോണം. ഞാൻ എന്റെ രാജു സാറ് കിണറ്റ് ചാടി സാവിത്രി ചേച്ചി ഇപ്പൊ പറയാം. ഞാനിപ്പോ STC RTCക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പൊ പറയാ, സാവിത്രി ചേച്ചി ആ കിണറ്റിലേക്ക് ഒന്ന് ചാടിട്ടോ എന്ന് പറഞ്ഞ അപ്പൊ ചാടും. എന്തിനാ സാറേ ഞാൻ ചോദിക്കില്ലാന്ന്. ഞാൻ വലിയ RTC ആണെന്നൊന്നും ഞാൻ പറയൂല, അല്ലെങ്കിൽ STC ആണെന്നൊന്നും ഞാൻ പറയില്ല. ഞാൻ അപ്പ ചാടും. ചാടി കഴിഞ്ഞിട്ട് കിണറ്റെന്നാ ചോദിക്കാ, എന്ത് പണിയാ സാറേ കാട്ടി. മനസ്സിലായോ? പക്ഷെ ചാടാൻ പറഞ്ഞ അപ്പ ചാടും. ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം പലരും പല നെഗറ്റീവാണ്. ബിസിനസ് അറിഞ്ഞുകൊണ്ടൊന്നും അല്ല ഈ ബിസിനസ്സിലേക്ക് പലരും കടന്നു വരുന്നത്. അത് ഫുള്ളും എന്ത് ചെയ്യും, കശാക്കൂശ, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ കശാപിശയൊക്കെ പറഞ്ഞെന്ത് ചെയ്യും, ഇതിനെ കോളാക്കും. തെറ്റിദ്ധാരണകളാണ്. നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും തുറന്ന് സംസാരിക്കുക. നമ്മുടെ കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ മുകളിലേക്കാണ് പറയുന്നത്. കംപ്ലൈന്റുകൾ, നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പറയേണ്ടത് നിങ്ങൾ അപ്ലൈൻ ലീഡറോടാണ്. ഡൗൺലൈൻ ലീഡറോട് നിങ്ങൾ വെറും മോട്ടിവേഷൻ ആണ് പറയേണ്ടത്. വെറും മോട്ടിവേഷൻ ആണ്. അവരെ നിങ്ങൾ എന്ത് പറഞ്ഞിട്ടാ കൂട്ടിയിട്ടുള്ളത്? ഈ ബിസിനസ്സിൽ രക്ഷപ്പെടുത്താന്ന് പറഞ്ഞിട്ടല്ലേ. നിങ്ങൾ രക്ഷപ്പെടുത്താന്ന് കൂട്ടിയവരോട് നിങ്ങൾ തന്നെ നിർത്തിപ്പിക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ രക്ഷപ്പെട്ടല്ലേ നിങ്ങളുടെ കൂടെ വന്നവർ രക്ഷപ്പെടുന്നു. അപ്പൊ നിങ്ങൾ രക്ഷപ്പെടാൻ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ലീഡർ അനുസരിക്കണ്ടേ?
ലീഡർ നിങ്ങളെ രക്ഷപ്പെടുത്തി തരാന്നല്ലേ പറയുന്നത്. അതിന്റെ സ്ട്രാറ്റജി അല്ലേ നിങ്ങളോട് പറയുന്നത്, അതിന്റെ സിസ്റ്റം അല്ലേ പറയുന്നത്. അപ്പൊ നിങ്ങൾ രക്ഷപ്പെട്ടാൽ മാത്രമല്ലേ നിങ്ങളുടെ കൂടെ വന്നവർ രക്ഷപ്പെടുള്ളൂ. ഇത് ഞാൻ പറയാൻ കാരണം എന്താ, ഞാൻ വയ്യാതെ കിടന്നപ്പോ എന്റെ 1 വർഷത്തെ പ്രവർത്തനം കൊണ്ട് ഒരു സോണൽ ടീം കോർഡിനേറ്റർ സിസ്റ്റം പഠിക്കാത്തത് കൊണ്ട് എനിക്ക് ടീമില്ലാതെ പോയി എന്നാ പറഞ്ഞത്. മനസ്സിലായോ? അപ്പൊ എന്റെ കൂടെ 1 വർഷം പ്രതീക്ഷിച്ചു വന്ന അവരുടെ ഒക്കെ ജീവിതം പോയില്ലേ? ആ ഒരൊറ്റ ആളുടെ ആറ്റിറ്റ്യൂഡ് കൊണ്ടല്ലേ, ആ ഒറ്റ ആള് സിസ്റ്റം പഠിക്കാത്തത് കൊണ്ടല്ലേ. ഇതുപോലെ ആയി പോവരുത്. നിങ്ങൾ ഓരോരുത്തരും സിസ്റ്റത്തെ പഠിക്കണം. നിങ്ങളുടെ ലീഡർ സിസ്റ്റം പഠിപ്പിച്ചു തരും. അതിന് ട്രെയിനിങ്ങുകളുണ്ട്, മീറ്റിങ്ങുകളുണ്ട്, മോർണിംഗ് ക്ലാസ്സുകളുണ്ട്, എന്തെല്ലാം സൗകര്യം ഒരുക്കി തന്നിട്ടുണ്ട്. ഞങ്ങളൊക്കെ അനാഥ കുട്ടികളെ പോലെയാണ്. തീയിൽ കുരുത്തവരാ ഞങ്ങള്, വെയിലത്ത് വാടൂല. ഈ ബിസിനസ്സിൽ ഞങ്ങൾ അത്രയും അനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. അതൊന്നൊക്കെ പിടിച്ചു നിന്നത് കൊണ്ടാ. ഇന്ന് നിങ്ങൾ പലരും നോക്കിക്കോ, വിജയിച്ച ആളുകൾക്കൊക്കെ പറയാണ്ടാവും ഒരുപാട് കഥ. സാവിത്രി മാഡത്തിന് മാത്രമല്ല കഥ പറയാനുള്ളത്, ഒരുപാട് ആളുകൾക്ക് കഥകൾ പറയാനുണ്ടാവും. ആ കഥകളൊക്കെ പറയുന്നത് അനുഭവം കൊണ്ടാ. നിങ്ങൾ സുഖിച്ചിരിക്കുന്നവർക്ക് പറയോ, ഞാൻ എപ്പോഴും എന്റെ ടീമിനോട് പറയാ, ലവം കോഴി ആവല്ലേ, നാടൻ കോഴി ആവ്. എന്താ പറയാ, എന്താവ്? ലവം കോഴികൾ എന്താ, തീറ്റ കൊടുത്ത് കൂട്ടിന്റെ അടച്ചിട്ടിട്ട് സമയത്തിന് തീറ്റയും കൊടുത്ത് ഇഞ്ചക്ഷനും കൊടുത്ത് 40 ദിവസം ആകുമ്പത്തേക്കും 2 കിലോ ആവുന്ന സുഖിക്കുന്ന കോഴികളാവല്ലേ. നാടൻ കോഴിയാവ്. പൊരുതി ജയിക്കണം, തീറ്റ കണ്ടുപിടിക്കണം. ഇപ്പൊ നിങ്ങള് ബ്രോയിലർ കോഴിയും നാടൻ കോഴിയും വെക്കുമ്പോ വ്യത്യാസമില്ലേ? ഇല്ലേ? എന്ത് പവറാ നാടൻ കോഴിക്ക് അല്ലേ? ബ്രോയിലറിനോ പവർ ഉണ്ടാ സാറേ? ഇല്ല അല്ലേ? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. ഇല്ല. നമുക്ക് ഏത് കോഴി ഇഷ്ടം? വെറുതെ കണ്ടൊക്കെ ചവച്ച് തിന്ന് ഒരു മണുപ്പ് കോഴിയാവാനാണോ നമുക്ക് ഇഷ്ടം? നാടൻ കോഴി. നമുക്ക് നാടൻ കോഴി. അതന്നെ, നമുക്ക് നാടൻ കോഴി. പവർഫുൾ ലീഡേഴ്സ് ആവണം. ഇന്ന് എന്റെ മുന്നിലിരിക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ? 98 പേരുണ്ട്. ഈ 98 പേരും 2025 നിങ്ങൾ എന്തോ ഒരു ഗുണം കൊണ്ടായിരിക്കുമല്ലോ ഈ 98 പേര് ഇവിടെ ഇരിക്കുന്നത്. മോർണിംഗ് ക്ലാസ്സിലൊക്കെ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു പുരോഗതി ഉണ്ടാവും എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കില്ലേ ഇരിക്കുന്നവരൊക്കെ. നിങ്ങൾ ഉറപ്പിച്ചോ, അതിന് കിട്ടിയ അവസരമാണിത്. അതിന് കിട്ടിയ അവസരം തന്നെയാണ്. പക്ഷെ എങ്ങനെ കണാഗുണ സ്വഭാവം കൊണ്ട് വന്നേക്ക്. ഇതിനൊരു സിസ്റ്റം ഒക്കെ ഉണ്ട്. ഈ സിസ്റ്റത്തിൽ നിന്ന് ചെയ്യാം. അല്ല നിങ്ങളുടെ ഇഷ്ടത്തിന് അങ്ങോട്ട് ചെയ്യാൻ നിങ്ങൾ തീരുമാനിക്കല്ലേ. നിങ്ങളുടെ ഇഷ്ടത്തിനൊക്കെ കുറെ ചെയ്തതല്ലേ, എന്നിട്ട് എന്തപ്പ ഉണ്ടാക്കി? ഞാൻ എന്റെ ഇഷ്ടത്തിനാ ജീവിച്ചത്. എപ്പോ? 50 വയസ്സ് വരെ. 48ാമത്തെ വയസ്സിലാണ് എനിക്കിത് കിട്ടും. ഈ 48 വയസ്സ് വരെ ഞാൻ എന്റെ ഇഷ്ടത്തിന് തന്നെയാ ജീവിച്ചത്. എന്തുണ്ടാക്കി? കൊത്തി വിളിച്ച് കർത്താവിനെ വിളിക്കാൻ പോലും, അമ്മയ്ക്ക് സുഖമില്ലാട്ടാ നിങ്ങൾ എവിടെയാന്ന് ചോദിക്കാൻ പോലും ഒരു ഫോൺ വാങ്ങാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മനസ്സിലായ? അപ്പൊ നിങ്ങൾ അങ്ങനെ അങ്ങോട്ട് അഹങ്കരിക്കണ്ട. എനിക്ക് വലിയ ബുദ്ധിയുണ്ട്, ഞാൻ എന്റെ റൂട്ടിൽ കൂടെ പോവുള്ളൂ, അതിപ്പോ ലീഡറൊന്നും പറഞ്ഞു തരണ്ട, അങ്ങനെ ഒന്നും നിങ്ങൾ ആരും ചിന്തിക്കല്ലേ. നിങ്ങൾ സലണ്ടർ ആവും. ഈഗോയൊക്കെ മാറ്റി വെക്ക്. നിങ്ങൾ ചെറിയ കുട്ടിയാവും. നിങ്ങൾ അംഗനവാടിയിൽ നിങ്ങളുടെ അമ്മ കൊണ്ട് ചേർത്തിട്ടുള്ളൂ. ഇങ്ങനെ അങ്ങോട്ട് ചിന്തിച്ചാ തീരാവുന്ന പ്രശ്നമുള്ളൂ. ഇതിനാണ് നിങ്ങൾ വലിയ സംഭവമാണ്, ഞാൻ വലിയ ജോലി ചെയ്യുന്ന ആളാണ്, ഞാനും ട്രെയിനിങ്ങും മീറ്റിംഗും ഒക്കെ കേട്ടാണ്, എനിക്കും വലിയ കാര്യങ്ങളൊക്കെ അറിയാം, ലീഡറൊക്കെ മാത്രമൊന്നും അല്ല. അങ്ങനെ ഒന്നും നിങ്ങൾ ചിന്തിക്കല്ലേ. നിങ്ങളൊന്ന് സലണ്ടർ ആവും. ഒരൊറ്റ കൊല്ല സലണ്ടർ ആവും, അല്ലെങ്കിൽ 2 കൊല്ലം, അതിൽ കൂടുതൽ ആവണ്ട. നിങ്ങൾ പണയം വെക്കും. നിങ്ങളുടെ തല ആർക്ക് പണയം വെക്കണം? നിങ്ങളുടെ അപ്ലൈൻ ലീഡർക്ക് പണയം വെക്കണം. ഇനി അപ്ലൈൻ ലീഡർ ഞാൻ പറഞ്ഞ പോലെ വിവരം കെട്ട അപ്ലൈൻ ലീഡർമാരൊക്കെ ഉണ്ടാവട്ടാ. എന്താ അങ്ങനെ പറയണത് നിങ്ങൾ വിചാരിക്കരുത്. സിസ്റ്റം പഠിക്കാത്ത അപ്ലൈൻ ലീഡറിന്റെ മുന്നിൽ കൊണ്ട് തലവെച്ച അങ്ങനെ ജീവിതം കോഞ്ഞാട്ടയായി പോവേ. നിങ്ങൾ ആരാണോ നിയന്ത്രിക്കുന്നത്, ആരാണോ ഈ ബിസിനസ്സിൽ സക്സസ് ആയിട്ടുള്ളത്, അല്ല നെഗറ്റീവ് പറയുന്ന അപ്ലൈൻ ലീഡർ പണിയും എടുക്കില്ല, നെഗറ്റീവും പറയുന്നത് നിങ്ങളെ കൊണ്ടുവന്ന ആളായിരിക്കാം, അവര് നിങ്ങളുടെ സ്പോൺസറാണ്. അപ്ലൈൻ ലീഡർ എന്ന് പറയുന്ന ആരാ? ജീവിതത്തിൽ രക്ഷപ്പെടുത്തുന്നവൻ,
നമ്മളെ രക്ഷപ്പെടുത്തുന്നവനെയാണ് അപ്ലൈൻ ലീഡർ എന്ന് പറയാ. അപ്പൊ അവനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ആ ആളെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? അപ്ലൈൻ ലീഡർ ആയിട്ട് കാണേണ്ടത്. വിജയിച്ച ആളുകളുടെ പിന്നാലെ പോവുക, അവരെ മുന്നിൽ ഒന്ന് തലയൊന്ന് വെച്ചു കൊടുക്കുക. 2 കൊല്ലം വെച്ചു കൊടുത്തോ, നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും. ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. 7 മണിയായി. ഇനിയും ഇഷ്ടം പോലെ കാര്യങ്ങൾ പറയാനുണ്ട്. അനിൽകുമാർ സാറേ, അപ്പൊ ഞാൻ എന്താണ് നിർത്തുകയാണ്. ഇനിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത് വീണ്ടും സന്ധിപ്പോ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ലീഡർമാരെന്ത് പറയുന്നോ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ചെറിയ പണിയാണെങ്കിലും ആത്മാർത്ഥമായിട്ട് ചെയ്യാം. മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുക. ഇന്നലക്കല്ല, നാളേക്ക് വേണ്ടി പ്രവർത്തിക്കുക. ലവം കോഴിയായി സുഖിച്ചിരിക്കാതെ നീർക്കെട്ടും കൊണ്ട് നടക്കാതെ നിങ്ങൾ എന്ത് ചെയ്യാ, കരുത്തയായ ഒരു നാടൻ കോഴിയായി ഇങ്ങനെ അങ്കമാലൊക്കെ ജയിച്ച് അല്ലെ, ചൂട്ടൊക്കെ പരിച്ച് സുന്ദരനായിട്ട് ഇങ്ങോട്ട് തലയുയർത്തി നടക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറ്റട്ടെ. 2025 ആകുമ്പോഴത്തേക്കും ഇന്ന് ഇരിക്കുന്ന നിങ്ങൾ എല്ലാവർക്കും 1 lakh ഇൻകം വാങ്ങാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. അതിനു വേണ്ട ഒരു പ്രവർത്തനം മനസ്സും കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ലീഡർ വിളിച്ച ചെയ്യാ സാറേ എന്ന് പറയുക, എക്സ്ക്യൂസുകൾ പറയരുത്. സാറേ അങ്ങനെയല്ല. നിങ്ങൾ ലീഡറെ ബോധിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. ലീഡർ എന്തിനാ ബോധിപ്പിക്കുന്നത്? ലീഡർ പറയോ നിങ്ങൾ അതൊക്കെ വിട്ടിട്ട് വായോ, നിങ്ങളെ കെട്ടിയവനെ പണക്കിയിട്ട് വായോ പറയോ? രാഹുൽ സാർ എന്നോട് പറഞ്ഞിട്ടില്ല നിങ്ങളെ കെട്ടിയവൻ മിണ്ടില്ല എന്ന് ഞാൻ പറയായിരുന്നു. സങ്കടം ലീഡർമാരോടല്ലേ പറയാൻ പറ്റൂ. പറയാം എന്നാ ചെയ്യണ്ട മാഡം എന്നൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. സഹകരിച്ചു പോകുമ്പോ മാഡം വീട്ടിലേക്ക് വിളിക്കാന്നൊക്കെയാ പറയാ. ഇതന്നെ എല്ലാരും പറയുള്ളൂ. എക്സ്ക്യൂസുകൾ പറയുമ്പോ ലീഡർമാര് പറയും നിങ്ങൾ അത് ചെയ്തേ തീരൂന്നൊന്നും പറയില്ല. തീരുമാനം എടുക്കേണ്ടത് നമ്മളാണ്. സാഹചര്യം അനുസരിച്ച് നമ്മൾ തീരുമാനം മാറ്റുക, ചെയ്യുക, വളരുക. അവര് വളരാനാണ് പറയുന്നത്. അപ്പൊ അവരെ ബോധിപ്പിച്ചിട്ട് കാര്യമില്ല. നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്തുക. പലരും നമ്മളെ വിശ്വാസമില്ല. എനിക്ക് എന്നെ ഭയങ്കര വിശ്വാസമാണ്, ഭയങ്കര ഇഷ്ടമാണ് എന്നെ. ഞാൻ ഏറ്റവും കൂടുതൽ എന്നെ തന്നെ ഇഷ്ടപ്പെടുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് എന്നെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് വിശ്വസിക്കും. എനിക്ക് പറ്റുന്ന ഞാൻ തീരുമാനിച്ച അത് പറ്റും. അപ്പൊ നിങ്ങൾക്ക് പലർക്കും നിങ്ങളെ വിശ്വാസമില്ല. അതാണ് പ്രശ്നം. ആദ്യം നിങ്ങളെ വിശ്വസിക്കും. അപ്പൊ എല്ലാം ശരിയാവും. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നല്ലൊരു വർഷമായി 2024 മാറട്ടെ. വിഷുവും പെരുന്നാളൊക്കെ എക്സ്ക്യൂസ് പറയാനുള്ള സമയമൊക്കെ കഴിഞ്ഞു. ഇനി ഒന്നും പറയാനില്ല എനിക്ക് ലീഡർമാരോട്. അയ്യോ സാറേ പെരുന്നാളാണ്, നോമ്പാണ്, ചൂടാണ്, ഇതൊക്കെ കഴിഞ്ഞു. പെരുന്നാള് കഴിഞ്ഞു. വിഷുവാണ് സാറേ, ചെലവന്റെ വർക്കിന് പോയാ ഒന്നും നടക്കുന്നില്ല, എവിടെയും നടക്കുന്നില്ല. അങ്ങനെ ഒന്നും നിങ്ങൾ വിളിച്ചു പറയണ്ട. എക്സ്ക്യൂസ് പറയേണ്ട സമയമൊക്കെ കഴിഞ്ഞു. ഇപ്പൊ പെരുന്നാള് കഴിഞ്ഞു, വിഷു കഴിഞ്ഞു. ഇനി അങ്ങോട്ട് പെട്ടയ്ക്കുക. നമ്മുടെ ഒരു പ്രോഗ്രാം വരുന്നുണ്ട്. ആ പ്രോഗ്രാമിലൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ടാർഗറ്റ് ഉണ്ടാവും. എന്താണോ പറഞ്ഞിട്ടുള്ളത് അതങ്ങോട്ട് ചെയ്യുക. ഇനിയും സമയമുണ്ട്, ഒരാഴ്ച സമയമുണ്ട്. കടിക്കണ പട്ടിക്ക് തല എന്തിനാ അല്ലെ? ഒരാഴ്ചയൊക്കെ എന്നെ സംബന്ധിച്ച് അധികം. ഇപ്പൊ എന്റെ ടീമിൽ എല്ലാവരും അച്ചീവ്മെന്റ് ആണ്. നമുക്ക് അവിടെ വന്നിട്ട് കാണാം, ഫാമിലി മീറ്റിംഗ് വന്നിട്ട് കാണാം. എല്ലാരും സ്റ്റേജിൽ കയറാൻ പറ്റാത്ത ഒരൊറ്റ ഒന്നിനെയും ഞാൻ ഇവിടുന്ന് കൊണ്ടുവരില്ല. കൊണ്ടുവരുന്നുണ്ടെങ്കിൽ എല്ലാ സ്റ്റേജിൽ കയറുന്ന അച്ചീവ്മെന്റോട് കൂടെ തന്നെയാണ് വരിക. അതിന്റെ പ്ലാനിങ്ങും പ്രവർത്തനമാണ് നടത്തുന്നത്. ഇനി പുതിയ ആളുകളെയും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൊപ്പത്ത് തന്നെയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ടീമിനോട്, നിങ്ങൾ എന്തെങ്കിലും ആവാതെ കൊപ്പത്ത് ഞാൻ ഒരടി പാലക്കാട്ടിക്ക് വെക്കൂല. ഇവിടെ തന്നെ ഉണ്ടാവും ഞാൻ. നിവർത്തിയില്ല. കുട്ടിങ്ങി ഒരു 2 ആഴ്ചയായിട്ട് ഞാൻ ഇവിടെ തന്നെയാണ്. വിഷുവിന് ആകെ 2 ദിവസമാണ് അങ്ങോട്ട് പോയത്. അപ്പൊ പ്രോഗ്രാമിന്റെ ടിക്കറ്റും കാര്യങ്ങളും എല്ലാം ഓക്കെയാണ്. ഞാനിപ്പോ സെറ്റാണ്. ഇനി കിട്ടിയ അച്ചീവ്മെന്റ് ലാഭമാണ്. അതിന്റെ ഒരു പ്രവർത്തനത്തിലാണ്. ഒരു അവസാന കൂടിക്കാഴ്ചയാണ് ഈ ഒരാഴ്ചയും കൂടെ എന്റെ. അപ്പൊ ബാക്കി പ്രോഗ്രാമിൽ സന്ധിപ്പോ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ലീഡർമാര് പറഞ്ഞത് അത് നിങ്ങൾ എത്തിച്ചിട്ട് അവിടേക്ക് വരാവൂ. അപ്പോ നമുക്ക് ഫാമിലി മീറ്റിംഗ് പട്ടയ്ക്കണം, പൊളിക്കണം. നമ്മൾക്ക് നമ്മളോട് തന്നെ ഒരു അഭിമാനം തോന്നും. നമ്മൾ എന്തൊക്കെയോ സംഭവമാണ് എന്നൊക്കെ നമുക്ക് തോന്നണം. അത് സ്റ്റാർ ആണെങ്കിലും സ്റ്റാർ ആവാത്തവര് സ്റ്റാർ ആവുക. എല്ലാരും റാങ്കുകൾ മാറ്റി ചേഞ്ച് ചെയ്യുക. ഒറ്റ ആഴ്ച സമയമുണ്ട്. അതിൽ നിങ്ങൾ എന്തെല്ലാം നിങ്ങളുടെ ടീമും നിങ്ങളുടെ ലീഡേഴ്സും പറഞ്ഞിട്ടുണ്ടോ അത് എത്തിക്കുക. നേടിയെടുക്കുന്നവനുള്ളതാണ് വിജയം. പൊരുതുന്നവനാണ് വിജയം. അത് നിങ്ങൾ മനസ്സിലാക്കുക. പൊരുതാതെ
സുഖിച്ച് ലവം കോഴിയെ പോലെ ഇരിക്കുന്ന ആരെങ്കിലും ഇതിന്റെ ഉള്ളിലുണ്ടെങ്കിൽ, ഈ 98 പേരിലുണ്ടെങ്കിൽ, നിങ്ങൾ നാടൻ കോഴിയായിട്ട് പുറത്തേക്ക് അങ്ങോട്ട് കൂട്ട് തുറന്ന് ഇറങ്ങി ഒറ്റാഴ്ച ഇറങ്ങിയാൽ മതി, നിങ്ങൾ നാടൻ കോഴിയാന്ന് തെളിയിക്കാൻ. അപ്പോ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോ ശക്തമായ തീരുമാനം എടുത്തുകൊണ്ട് വലിയ വിജയങ്ങൾ നേടിക്കൊണ്ട് ആ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് പ്രോഗ്രാം എപ്പോഴും എന്ത് ചെയ്യാണ്, നമ്മുടെ മൈൻഡിനെ മാറ്റിമറിക്കും. എന്റെ മൈൻഡിനെ മാറ്റിമറിച്ച ഭ്രമരം തന്നെയാണ്. ഇപ്പൊ എത്രയൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്കിന്ന് ഈ അവസരം തന്ന സനൂപ് സാറിനും അനിൽകുമാർ സാറിനും നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് MC കൈകാര്യം ചെയ്തതാരാ സാറിന്റെ പേര് ഞാൻ വിട്ടുപോയി. ശ്രീജിത്ത് സാറ് ഒക്കെ എന്താ പറയാ, എല്ലാവർക്കും വലിയ നേട്ടങ്ങളും വിജയങ്ങളും ഉണ്ടാവട്ടെ. ശ്രീ സാറേ തല വെച്ചോ, ലീഡർ ആരാണോ അവരുടെ മുന്നിൽ തല വെച്ച് സലണ്ടർ ആയിക്കോ, പിടപ്പിച്ചു തരും, ഒരു സംശയമില്ല. അപ്പൊ അങ്ങനെ എല്ലാവർക്കും അതിന് കഴിയട്ടെ. ഇന്നെത്തിയിട്ടുള്ള എല്ലാവർക്കും ഈ 2024 കഴിയുന്നതോടുകൂടെ 1 lakh ഇൻകം വാങ്ങുന്ന ആളുകളായി നിങ്ങൾ ഓരോരുത്തരും മാറട്ടെ എന്ന് ഞാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്.